ഓം ശാന്തി. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ല മാർക്കോടെ പാസ്സാവുക എന്നതൊരു വലിയ സ്വപ്നമാണ്. കുട്ടികളെന്ന് പറയുമ്പോൾ ഞാൻ കുഞ്ഞുമക്കളെ മാത്രമല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ഒരു PSCക്ക് പഠിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നല്ല മാർക്കോടെ പാസ്സാവുമ്പോഴാണ് അവർക്ക് ആരുടെയും റെക്കമെൻഡേഷൻ ഇല്ലാത്ത ഫസ്റ്റും സെക്കൻഡും റാങ്ക് വാങ്ങിക്കൊണ്ട് അവർക്ക് ആ ജോലി വാങ്ങാനായിട്ട് സാധിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അംഗീകാരം തന്നെയാണ്. അതുകൊണ്ട് ഒരു ജോലിക്ക് വേണ്ടി പഠിക്കുന്നവരാണെങ്കിലും അതല്ല ഒരു സ്കൂളിൽ നല്ല മാർക്കോടെ പാസ്സായിക്കൊണ്ട് ജീവിതത്തിൽ ഹൈറ്റ്സിലെത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലും എല്ലാവരെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്ന കാര്യങ്ങൾ ഓർത്തു വയ്ക്കാൻ വേണ്ടതായിരിക്കുന്ന കല അത് ഏറ്റവും അധികം അത്യാവശ്യമായിരിക്കുന്നൊരു കലയാണ്. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ഓർമ്മശക്തി അധികം നഷ്ടമാവാതെ നമുക്ക് നോക്കാം. ഒരു കാര്യം ഞാൻ നിങ്ങളടുത്ത് ആദ്യമേ പറയുകയാണ്, പ്രോപ്പറായിരിക്കുന്ന മെഡിറ്റേഷൻ, ഡെയിലി എക്സസൈസ്, ഇത് രണ്ടും നമ്മുടെ ഓർമ്മശക്തിയെ കൂട്ടുന്ന ഘടകങ്ങളാണ്. എന്തുകൊണ്ടാണെന്നല്ലേ, മെഡിറ്റേഷനിൽ പോസിറ്റീവ് തോട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിലുള്ളതായിരിക്കുന്ന കാൽഷ്യം ഡെപ്പോസിറ്റിൻ്റെ അളവ് കുറയുകയും ഗോൾഡിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. വയസ്സാവും തോറും ഗോൾഡിൻ്റെ അളവ് കുറയുകയും കാൽഷ്യത്തിൻ്റെ ഡെപ്പോസിറ്റ് കൂടുകയും ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഓർമ്മശക്തി ഏജ് ഫാക്ടറായിട്ട് കുറയുന്നത്. അതേസമയം ഡെയിലി പ്രോപ്പറായിരിക്കുന്ന ഫുഡ്, എക്സസൈസ്, മെഡിറ്റേഷൻ മീൻസ് മനസ്സിൻ്റെ എക്സസൈസ്, ശരീരത്തിന് വേണ്ടതായിട്ടുള്ള എക്സസൈസ്, മനസ്സിൻ്റെ ഫുഡ്, ശരീരത്തിൻ്റെ ഫുഡ്, ഈ കാര്യങ്ങളിൽ കൃത്യമായി അതിൻ്റെ ചിട്ടയോടെ പാലിക്കുകയും തൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ മരണം വരെ എന്ന് പറഞ്ഞ അവസ്ഥ പോലും ഓർമ്മശക്തിയിൽ ഒരു കുറവില്ലാതെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഇതിൻ്റെ ബേസായിട്ട് ഞാൻ പറയട്ടെ. കൃത്യമായിരിക്കുന്ന ഫുഡ് കഴിക്കാൻ, വലിയവരാണെങ്കിലും ചെറിയവരാണെങ്കിലും ആര് തന്നെയാണെങ്കിലും കൃത്യമായിരിക്കുന്ന ന്യൂട്രീഷ്യസ് ആയിരിക്കുന്ന സാത്വികമായിരിക്കുന്ന ആഹാരം കഴിക്കാനും ഒപ്പം മെഡിറ്റേഷൻ ചെയ്യാനും നല്ല കാര്യങ്ങളെ പഠിക്കാനും വായിക്കാനും നമ്മുടെ മനസ്സിന് വേണ്ടതായിരിക്കുന്ന പോസിറ്റീവ് തോട്ട്സിന് ഫുഡായിട്ട് കൊടുക്കാനും ഒപ്പം തന്നെ മനസ്സിന് വേണ്ട എക്സസൈസ്, മെഡിറ്റേഷൻ, ശരീരത്തിന് വേണ്ടതായിട്ടുള്ള എക്സസൈസ്, വ്യായാമം, ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഈ കാര്യങ്ങൾ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. ഇത് എന്നും നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഘടകങ്ങളാണ്. എന്നാലും ഇപ്പോൾ കുട്ടികൾക്ക് അഥവാ നമ്മളൊരു സ്റ്റഡിക്ക് വേണ്ടി ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു കാര്യം നിരന്തരമായി ചെയ്യുമ്പോൾ പഠിക്കാൻ തുടങ്ങുന്ന കാലത്ത് നിങ്ങൾ ഓർത്ത് നോക്കി, നമ്മുടെ കുട്ടിക്കാലത്ത് ഞാൻ പഠിച്ചതായിട്ടുള്ള കവിത ഇപ്പോഴും എനിക്ക് ഓർത്തെടുക്കാനായിട്ട് സാധിച്ചെന്ന് വരും. എന്തുകൊണ്ടാണ് ഈ അടുത്തയിടെ പഠിക്കുന്ന കാര്യം മറന്നു പോകാൻ കാരണം? നമുക്ക് ഒരു കാര്യം സ്ഥിരമായിട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹാബിറ്റായി മാറിക്കഴിഞ്ഞു. പലപ്പോഴും ഹാബിറ്റായിട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് ബ്രെയിനിന് കുറയും. അത് ചെയ്യുന്ന സമയത്തുണ്ടാവുന്നതായിട്ടുള്ള അലേർട്ട്നെസ് അതിന് കുറയും. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ഓറലി അതങ്ങ് ചെയ്തു പോകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, നമ്മൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് നമുക്ക് വണ്ടിയിൽ കയറുന്നത്, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്, ആക്സിലേറ്റർ കൊടുക്കുന്നത്, ബ്രേക്ക് പിടിക്കുന്നത്, ഏതാ ഇപ്പോൾ വേണ്ടത്, ക്ലച്ചാണോ ആക്സിലേറ്റർ ആണോ ബ്രേക്കാണോ, അത് ഫുൾ അവെയർ ആയിക്കൊണ്ടാണ് വണ്ടി ഓടിക്കുക നമ്മൾ. അത് ഫസ്റ്റ് ഗിയറിലാണ്, സെക്കൻഡ് ഗിയറിലാണ്, തേർഡ് ഗിയറിലാണെന്നൊക്കെ. പക്ഷേ നമ്മൾ കുറച്ചങ്ങ് പ്രാക്ടീസ് കഴിയുമ്പോഴോ നന്നായിട്ട് ഡ്രൈവറായി കഴിയുമ്പോൾ നമ്മൾ പാട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ കാണുന്നുണ്ടാവും, കേൾക്കുന്നുണ്ടാവും, സംസാരിക്കുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ എല്ലാം കഴിക്കുന്നുണ്ടാവും. അതിൻ്റെ ഇടയിൽ കൂടെ സ്പീഡ് കുറയുന്നതിനനുസരിച്ച് ഏത് ഗിയർ വേണോ അത് മാറ്റും, ആക്സിലേറ്റർ അതനുസരിച്ച് കൊടുത്തുകൊണ്ടിരിക്കും. ഈ ഗിയർ ഇത് മാറ്റുകയാണ് എന്നാൽ ആക്സിലേഷൻ കൂട്ടണം കുറയ്ക്കണം എന്നൊന്നും ഓർക്കേണ്ട കാര്യം കൂടി വരുന്നില്ല. അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ട് അങ്ങ് നടക്കാൻ തുടങ്ങും. നമുക്കതിന് വേണ്ട സയൻസും നമ്മൾ പഠിച്ചിട്ടുണ്ട്, ന്യൂറോൺ പാത്വേ എന്ന് പറയും. അതായത് ഒരു കാര്യം ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു കാര്യം എന്തുകൊണ്ട് ഇങ്ങനൊരു സ്വഭാവത്തിലേക്ക് മാറുന്നതിൻ്റെ പിന്നിലുള്ള സയൻസ് എന്നുവെച്ചാൽ, നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ബ്രെയിനിലെ ന്യൂറോൺസ് തമ്മിൽ കണക്ട് ചെയ്തിട്ടാണല്ലോ ആ കാര്യത്തിന് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിരന്തരമായിട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിയുമ്പോൾ ആ ന്യൂറോൺ ഡെയിലി അതിന് പാസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പാത്ത് അങ്ങ് സെറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ എനിക്ക് താക്കോലെടുത്ത് പോയി വണ്ടിയിലിരിക്കുമ്പോഴേക്ക് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനും ഓട്ടോമാറ്റിക്കലി പറയും അത് അങ്ങോട്ട് തിരിച്ചോ, ഇങ്ങനെയുണ്ടല്ലോ ഇങ്ങോട്ട് എടുത്തോ എന്നൊക്കെ അവിടെ നിന്നുള്ളതായിട്ടുള്ള ഓർഡർ വന്നുകൊണ്ടിരിക്കും. ഈസി ആയിട്ട് നമ്മൾ വണ്ടി എടുത്ത് അങ്ങ് പോകും. സ്ഥിരമായിട്ടൊരു കാര്യം ചെയ്യാൻ തുടങ്ങിക്കഴിയുമ്പോൾ പിന്നെ അത് നമ്മൾ അവെയർ അല്ലാതായി മാറും. അങ്ങനെ അതിനോട് ശ്രദ്ധയില്ലാതെ ചെയ്യാൻ വരുന്ന സന്ദർഭം വരുമ്പോൾ ആ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ബ്രെയിനിന് അധികം ശ്രദ്ധയൊന്നും വേണ്ടി വരില്ല. അത് വളരെ ഒരു കംഫർട്ട് സോണിൽ അതിങ്ങനെ പാട്ട് കേട്ടോ രസിച്ചിരിക്കുന്ന പോലെ ഒരു മടിയനായിട്ട് അങ്ങ് ഇരിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് പലപ്പോഴും അശ്രദ്ധമായിരിക്കുന്ന ഡ്രൈവിങ്ങിൽ എത്തുന്നതും ഡ്രൈവിങ്ങിൽ ഉറങ്ങിപ്പോകുന്നത്. ആ ഡ്രൈവിംഗ് സമയത്ത് ഓറലായിട്ടുള്ള ഡ്രൈവിംഗ് ആകുമ്പോൾ പല ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. ഇങ്ങനെ പല കാര്യങ്ങൾക്കും പിന്നെ
പിന്നിലുള്ളതായിട്ടുള്ള ഘടകം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലതായിട്ടുള്ള ആ ന്യൂറോൺ പാത്വേ സെറ്റ് ആയതുകൊണ്ട് ആ കംഫർട്ട് സോണിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളൊരു അലേർട്ട്നെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇടയ്ക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു യുക്തിയുണ്ട് നമുക്ക്. അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾ പല കാര്യങ്ങളും മറക്കാനുള്ള സാധ്യത, കംഫർട്ട് സോണിൽ ബ്രെയിൻ ഇരിക്കുന്നിടത്തോളം കാലം അത് പല കാര്യത്തിനും ലൂസാക്കി വിടാനും മറക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ബ്രെയിൻ അലേർട്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മുടെ ഓർമ്മശക്തി കൂട്ടാനുള്ളതായിട്ടുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ റെഗുലറായിട്ട് പല കാര്യങ്ങളും നമുക്കൊരു ഹാബിറ്റ്സ് ഉണ്ടാവും അല്ലേ. ഇപ്പം നമ്മൾ ചിലർക്ക് വാച്ച് കെട്ടുകയാണെങ്കിൽ അവരത് വലത്ത് കഴിയുമ്പോൾ തന്നെയാണ് സ്ഥിരമായിട്ട് വാച്ച് കെട്ടുക, ഇടത്ത് കഴിയുമ്പോൾ കെട്ടാറേ ഇല്ല. ചിലർ പാൻറ്റിൻ്റെ ഇടത്തേ കീശയിലാണ് സാധനം വെക്കുക, ചിലർ വലത്തേ കീശയിലായിരിക്കും. പിന്നെ ഷൂ വെക്കുന്ന സമയത്ത് ഷൂവിൻ്റെ ലേസ് കെട്ടുകയാണെങ്കിൽ വലത്തേ കാല് മുന്നോട്ട് വെച്ചിട്ട് കെട്ടും, അല്ലെങ്കിൽ ഇടത്തേ കാല്. ഓരോരുത്തർക്കും ഓരോ വിധമാണ്. ചിലപ്പോൾ സാധനങ്ങൾ വെക്കുന്നതാണെങ്കിൽ ഇടത് കൈ കൊണ്ട് വെക്കുന്നവർ, വലത് കൈ കൊണ്ട് വെക്കുന്നവർ. അവരുടെ ശീലം എന്താണോ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ശീലത്തിനെ മാറ്റിക്കൊണ്ട്, ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ കൈയും എപ്പോഴും വലത് കൈയിലാണ് വാച്ച് കെട്ടുക. അപ്പോൾ വലത് കൈയിൽ വാച്ച് കെട്ടുന്നതിന് പർപ്പസ്ഫുള്ളി ഞാൻ ഇടയ്ക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ആ വലത് കൈമ വാച്ച് കെട്ടില്ല, വലത് കൈമിലല്ല എന്ന് കെട്ടുന്നത്, ഇടത് കൈമിലാണ് കെട്ടുന്നത് എന്ന് വിചാരിച്ച് വാച്ച് കെട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കും. അതേപോലെ ചില സാധനം കൊണ്ട് വെക്കുന്ന സമയത്ത് ഇന്ന് ഞാൻ ഇന്ന സ്ഥലത്ത് വെക്കുകയാണെന്നുള്ളതായിട്ടുള്ള ഓർമ്മയോട് കൂടി വെക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ ആ സമയത്ത് നമ്മുടെ ബ്രെയിൻ അലർട്ടായി ആ ഒരു കാര്യം ഇവിടെ ചെയ്യുന്നുണ്ട്. ഷൂ ലേസ് കെട്ടുന്നത് വലത്തേ കാലിന് പകരം ഇടത്തേ കാലാണെങ്കിൽ സ്ഥിരമായിട്ട് വലത്തേ കാല് വെട്ടുമ്പോൾ സ്വാഭാവികമായിട്ടൊരു കാര്യമുണ്ട്, നിങ്ങൾ ഇടത്തേ കാല് വെക്കണം എന്നൊക്കെ വിചാരിക്കും, എന്നാലും വലത്തേ കാലാണ് വെച്ച് പോവുക. അപ്പോൾ എന്ത് ചെയ്യും? ഒറ്റ കണ്ടീഷൻ, ഓർക്കുന്ന സമയത്ത് വലത്തേ കാലിനെ മാറ്റി ഇടത്തേ കാല് വെച്ചിട്ട് കെട്ടുക. 2-3 ദിവസം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇടത്തേ കാല് വെച്ചിട്ട് കെട്ടുക എന്നുള്ളതൊരു ശീലമാവും. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇടത്തേ കാലിൻ്റെ സ്വഭാവം ഒഴിവാക്കി വലത്തേ കാലിലേക്ക് മാറ്റുക. എന്നുവെച്ചാൽ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. പെൻ വെക്കുന്നതാവാം, മൊബൈൽ വെക്കുന്നതാവാം, അല്ലെങ്കിൽ നമ്മുടെ പൈസ സൂക്ഷിക്കുന്നതാവാം, പേഴ്സ് വെക്കുന്നതാവാം, ഷൂ ലേസ് കെട്ടുന്നതാവാം, ഷർട്ടിൻ്റെ കുക്കിടുന്ന വിധിയായിരിക്കാം. അങ്ങനെ സ്വന്തമായിട്ട് നമുക്ക് നമ്മുടേതായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തെടുത്ത് അറിയാതെ നമ്മളുള്ളിൽ ഡെവലപ്പ് ചെയ്തു പോയതായിരിക്കുന്ന കുറേ സ്വഭാവങ്ങളുണ്ടാവും. ആ സ്വഭാവങ്ങളതായിട്ടുള്ള ഒരു ചേഞ്ച്, അങ്ങനെ ഒരു ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെത്താൻ നമ്മുടെ ബ്രെയിൻ ആക്റ്റീവായിട്ട് മാറും. അപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനാ സെറ്റ് ചെയ്ത് വെച്ച പാത്വേയിലൂടെ മുന്നേറാൻ പറ്റില്ലല്ലോ. ഒരു ചേഞ്ച് അത്യാവശ്യമാണ്. ആ സമയത്ത് ബ്രെയിൻ അലേർട്ടാവും. അത് നമ്മുടെ ഓർമ്മശക്തിനെ കൂട്ടാനായിട്ട് സഹായിക്കും. എന്നുവെച്ചാൽ ഒരു കാര്യം ചെയ്യണം എന്ന് ബ്രെയിൻ അലേർട്ടാവുമ്പോൾ അവിടേക്ക് പ്രോപ്പറായിരിക്കുന്ന ഗ്ലൂക്കോസിൻ്റെ ആക്സെപ്റ്റൻസ് കൂടും, ബ്രെയിൻ ഫ്രഷ് ആവും. നമ്മൾ പറയില്ലേ ഇരുന്ന് ചെയ്ത് ബോറടിച്ചു, അപ്പോൾ ഒന്ന് എഴുന്നേൽക്കട്ടെ, ഒന്ന് സ്ട്രെയിൻ ചെയ്യട്ടെ എന്നൊക്കെ പറയില്ലേ, നമ്മൾ ആകെ ഒന്ന് ബോഡി സ്ട്രെച്ച് ചെയ്യട്ടെ എന്ന് പറയും പോലെ ആ കാര്യം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതിൽ നിന്ന് ബ്രെയിനുള്ളൊരു സ്ട്രെച്ചിങ് ആണ് ശരിക്കും ആ സമയത്ത് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് കാര്യം വളരെ ചെറുതാണ്, പക്ഷേ ബ്രെയിൻ അലേർട്ടാക്കും, നമുക്കതിൽ ഒരുപാട് ബെനിഫിറ്റ് കിട്ടും. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഇമാജിനറി പവറാണ് ഓർമ്മശക്തിക്ക് ഒരുപാട് സഹായിക്കുന്ന സാധനം. നമുക്ക് ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ഓർക്കാനും എടുത്തു വയ്ക്കാനും ഒക്കെ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇമാജിനറി പവറിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റണം, ആ സ്കില്ല് നന്നായിട്ട് കൂട്ടാൻ പറ്റണം. അതുകൊണ്ടാണ് ആ കുട്ടികൾക്കാണോ കുട്ടിക്കാലത്ത് കുറേ ബുക്കുകളും നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞു മക്കൾക്ക് വേണ്ടി കുറേ കഥകളും ബുക്കുകളൊക്കെ എഴുതി തയ്യാറാക്കുന്നത്. അതൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം പറക്കുന്നൊരു രാജകുമാരനൊന്നും ഇല്ല എന്നറിയാലോ, അല്ലെങ്കിൽ പറക്കുന്നൊരു കുതിരയില്ല, കുതിരപ്പുറത്ത് രാജകുമാരനെ എടുത്തിക്കൊണ്ട് കുന്നിൻ്റെയും മലകൾക്കും കടലിൻ്റെയും ഒക്കെ മേലെ പറന്ന് തൻ്റെ രാജ്യത്തേക്ക് കൊണ്ടുപോകുന്ന രാജകുമാരിയെ തട്ടിക്കൊണ്ട് ചൂലിൽ കൊണ്ടുപോകുന്നതായിട്ടുള്ള മന്ത്രവാദിനി, ഇതൊന്നുമില്ല എന്ന് നമുക്കറിയാം. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള കഥയൊക്കെ എഴുതി കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്? കാരണം വായനയുടെ ലോകത്ത് വിഹരിക്കുമ്പോൾ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ ഇമാജിനേഷൻ നന്നായിട്ട് അങ്ങ് ചിറക് വിരിക്കാൻ തുടങ്ങും. അത് അവരുടെ ഓർമ്മശക്തിയെ നന്നായിട്ട് സഹായിക്കും. അതുകൊണ്ട് റീഡിങ് എന്ന് തന്നെയാണ് നമ്മുടെ ഓർമ്മശക്തി ഡെവലപ്പ് ചെയ്യാനുള്ളതായിട്ടുള്ള വേറൊരു ഘടകം. പക്ഷെ അത് പറയുമ്പോൾ ഞാൻ കൂടെ പറയുകയാണ്, ഓർമ്മശക്തി കുറയ്ക്കാനും റീഡിങ് കാരണക്കാരനാവാറുണ്ട്, ഓർമ്മശക്തിനെ കൂട്ടാനും റീഡിങ് കാരണക്കാരനാവാറുണ്ട്. അതെങ്ങനെയാണ് രണ്ടിനും റീഡിങ് കാരണക്കാരാവുന്നത്? നമ്മൾ അധികം വായനയുടെ ഏത് ടൈപ്പ് ഓഫ് ബുക്ക് വായിക്കാൻ വേണ്ടി ഞാൻ സെലക്ട് ചെയ്യുന്നതിൻ്റെ ആധാരത്തിലാണ് ഘടകമാവുന്നത്. നമ്മുടെ ഇമോഷൻസിനെ ചാർജ് ചെയ്യുന്നതായിട്ടുള്ള രീതിയിലൊരു റീഡിംഗ് ആണെങ്കിൽ ആ റീഡിങ് നമ്മളെ എവിടെ നിന്ന് എവിടേക്കാണ് കൊണ്ടുപോകണമെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല, എത്ര മണിക്കൂർ കടന്നു പോയെന്ന് അറിയില്ല. രാത്രി ചിലപ്പോൾ ഉറക്കൊഴിഞ്ഞ ആ ബുക്ക് വായിച്ച് തീർത്തിട്ട് ഉറങ്ങിപ്പോവും. ഏത് കഥകളായിരിക്കും ഇതൊക്കെ? അത്തരത്തിലതായിട്ടുള്ള നോവൽസോ കാര്യങ്ങളോ ആണെങ്കിൽ, ഡിക്റ്റേറ്റീവ് നോവൽസ് ഇങ്ങനെയുള്ളതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ഉദ്വേഗജനകമാവും. രാത്രി 11 മണിയായിട്ടുണ്ടാവും, പക്ഷെ ഉറങ്ങാൻ പറ്റില്ല, കാരണം ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുകയാണ്. ഇപ്പോൾ ആ പ്രേതം വരും, അല്ലെങ്കിൽ ആ ഡ്രാക്കുള വരും, അത് ചെയ്യോ ഇത് ചെയ്യോ. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഡ്രാക്കുളയുടെ ബുക്ക് വായിക്കുമ്പോൾ രാത്രി പേടിച്ചിട്ടാണ് വായിക്കുന്നത്, പക്ഷെ ഉറങ്ങാൻ കഴിയില്ല, അത് വായിച്ച് തീർക്കാതെ ആ ബുക്ക് വെക്കാനും തോന്നില്ല. അത് നമ്മുടെ ഇമോഷൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തായിട്ടുള്ള പിക്ചേഴ്സും ഫീലിങ്സും ആണ്. അതുകൊണ്ട്
എന്തുകൊണ്ടാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അതിൻ്റെ പിന്നാലെ വലിച്ചു കൊണ്ടുപോകും? അത് നമ്മുടെ നെഗറ്റീവായിരിക്കുന്ന ഇമോഷൻസിനെ ആക്റ്റീവാക്കും. അത് നിങ്ങളുടെ ഉള്ളിൽ ഭയം ഡെവലപ്പ് ചെയ്ത് കളയും. അത് നിങ്ങളുടെ ഓർമ്മശക്തിയെ കുറയ്ക്കും. കണ്ടോ റീഡിങ് എങ്ങനെയാണ് ഓർമ്മശക്തി കുറച്ചതെന്ന്? എന്നാൽ തിരിച്ച് മറ്റൊന്ന് പറയട്ടെ. റീഡിങ് നമ്മുടെ ഓർമ്മശക്തിനെ കൂട്ടുന്ന വിധം, നമ്മുടെ മുത്തശ്ശിമാർ കഥ പറഞ്ഞതായിട്ടുള്ള രീതികൾ, പുരാണത്തിലുള്ളതായിട്ടുള്ള കഥകൾ, പിന്നെ മറ്റൊന്ന് നല്ല നല്ല ക്ലാസിക്കായിരിക്കുന്ന നോവൽസ്. ഞാൻ പലപ്പോഴും ഇഷ്ടപ്പെട്ട് വായിച്ചൊരു നോവൽ, അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു നോവലാണ് ഡോക്ടർ സി രാധാകൃഷ്ണൻ്റെ തീക്കടൽ കടഞ്ഞ തിരുമധുരം എന്നുള്ളതായിട്ടുള്ള നോവൽ. ആ നോവൽ ഞാൻ വായിക്കുന്ന സമയത്ത് അതിലതിൽ ഓരോരോ കോട്ടിങ്സ്, അത് ചക്കിൽ കെട്ടിയ കാളയെപ്പോലെ അയാളിങ്ങനെ ആട്ടുന്ന സമയത്ത് ഈ ആട്ടിയാൽ എത്ര കിട്ടും ചോദിച്ചാൽ 4ഉം 6ഉം കിട്ടാറെന്ന് പറയുമ്പോൾ, ഓ അത് ശരി, അത് എന്നെ വെച്ച് പറഞ്ഞു എന്നല്ല, 4 വേദങ്ങളും 6 ഉപനിഷത്തുകളാണ് അവർ തെറ്റിദ്ധരിച്ചു. അദ്ദേഹം പറഞ്ഞ് 4 6 കിട്ടാറുണ്ടെന്നാണ്. അപ്പോൾ ഈ രീതിയിലുള്ളതായിരിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിനുള്ള അങ്ങ് തങ്ങി നിന്ന് പോകും. അതുപോലെ തന്നെ ആ ഒരു പാലക്കാടിൻ്റെ അതിർത്തിയിൽ, വള്ളുവനാടിൻ്റെ അതിർത്തിയിൽ ഇരുന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് പനയിൽ നിന്ന് പറന്നു വന്ന തത്തകൾ തോളത്തിരിക്കുന്നതും ധ്യാനത്തിലിരുന്നു കൊണ്ട് പക്ഷികൾ തന്നിലേക്ക് ആകർഷിക്കുന്നത്, ആ പാറപ്പുറത്തിരുന്നത് ആ ശാന്തമായിരിക്കുന്ന അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ മെഡിറ്റേഷൻസ്. പിന്നെ അതിൽ വേറെ പല രസകരമായിട്ടുള്ള ദൃശ്യങ്ങളുണ്ടല്ലോ. കുട്ടികൾ വിശപ്പ് സഹിക്കാനാവാതെ വന്നപ്പോൾ അവിടെയുള്ളതായിട്ടുള്ള ചളിയിൽ നിന്ന് ഞണ്ടിനെയും പിടിച്ച് തീയിലിട്ട് ചുട്ടു തിന്നുന്ന കഥ. ഇങ്ങനെ ഓരോ ദൃശ്യങ്ങളാണ്. അത് ജീവൻ തുളുമ്പുന്ന ദൃശ്യങ്ങളാണ്. അതൊക്കെ നമ്മുടെ മനസ്സിനുള്ളിൽ ഒരു ക്രിയേറ്റീവായിരിക്കുന്ന ഒരു ചിത്രവും ഒരു അനുഭൂതിയും തരുന്നതാണ്. മറ്റുള്ളവരോടതായിട്ടുള്ള ഫീലിംഗ് എന്താണ്, ഒരു സാഹചര്യത്തിൽ ഒരു മനുഷ്യൻ കടന്നു പോകുമ്പോൾ അവരുടെ മനസ്സിൽ എന്തെല്ലാം ഫീലിങ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അതൊക്കെ നമ്മൾ അനുഭവിപ്പിക്കുന്നതായിരിക്കുന്ന റൈറ്റിങ്സാണ്. അതുപോലെ തന്നെ ഞാൻ ഓർക്കും, ഒരു സന്ധ്യാസമയത്ത് വർഷക്കാല സന്ധ്യയെ വർണ്ണിച്ചിരിക്കുകയാണ്. ആകാശത്തിൽ കിഴക്ക് ഭാഗത്ത് കാർമേഘം വന്ന് മൂടി നിൽക്കുകയാണ്. അപ്പോൾ കവിയുടെ വർണ്ണന, ഒരു പുഴയുടെ ഓരത്തിലിരുന്നു കൊണ്ട് അത് കാണുമ്പോൾ ഉണ്ടാവുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഭാവന, തൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ, തന്നോട് ദേഷ്യപ്പെടുന്നവരോടതായിട്ടുള്ള സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ പേറി നിൽക്കുന്ന, മുഖം വാടി നിൽക്കുന്ന ഒരു മനുഷ്യൻ ഒരു പുഴയുടെ തീരത്തിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർണ്ണന ആ ഒരു നോവലിൽ നിങ്ങളെടുത്ത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കും കാണാം. മുഖം വീർപ്പിച്ച് നിൽക്കുന്ന കിഴക്കിനോട് മുഖം ചുവപ്പിച്ച് നിൽക്കുന്ന പടിഞ്ഞാറ്. അസ്തമന സൂര്യനാണ്. അതുകൊണ്ട് സന്ധ്യാസമയത്ത് സൂര്യൻ അസ്തമിക്കുമ്പോൾ പടിഞ്ഞാറൻ ഭാഗത്ത് ചുവപ്പ് പ്രകാശം പരന്നിരിക്കുന്നു, കിഴക്ക് ഭാഗത്ത് മഴക്കാറ് കൊണ്ട് മൂടി കറുത്ത് നിൽക്കുകയാണ്. ഇത് രണ്ടും കണ്ട് പകച്ചു നിൽക്കുന്ന സങ്കടപ്പെടുന്ന നദി, അതിലെ ഗദ്ഗദങ്ങളായിട്ട് അലതല്ലുന്ന ഓളങ്ങൾ. വാ, എത്ര രസകരാണെന്ന് നോക്കിയേ. നമ്മുടെ ആ ഒരു ലോകത്തേക്ക് അങ്ങ് കൊണ്ടുപോവുകയാണ്. ആ തണുത്ത കാറ്റും ആ മഴ മൂടി നിൽക്കുന്നതായിട്ടുള്ള പ്രകൃതിയും അത് സൈഡിൽ നിന്ന് വരുന്നതായിട്ടുള്ള സൂര്യൻ്റെ കിരണങ്ങളും അവിടേക്ക് നമ്മൾ എത്തിപ്പോയില്ലേ. ഇത്തരത്തിൽ നമ്മുടെ ഇമാജിനറിയുടെ ലോകത്ത്, ആ ഒരു മനസ്സിൻ്റെ ഭാവനയുടെ ലോകത്ത് നമ്മൾ പറക്കാൻ വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനുള്ള ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കാണുമ്പോൾ അത് റിലേറ്റ് ചെയ്തുകൊണ്ട് ഓർമ്മിക്കാനും നമ്മുടെ ഉള്ളിൽ നിന്ന് നെഗറ്റീവായിരിക്കുന്ന ഫീലിങ്സ് ഒന്നും നമ്മളെ ബാധിക്കാത്ത രീതിയിൽ നമ്മുടെ ശക്തിയെ ഡെവലപ്പ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ഓർമ്മശക്തിയെ ഡെവലപ്പ് ചെയ്യാനും സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഈ ലോകത്തെ എല്ലാ കണ്ടുപിടുത്തങ്ങളും വന്ന് അങ്ങനെ തന്നെയല്ലേ. ഇമാജിനേഷൻ പ്ലസ് ഇൻഫോർമേഷൻ ഇസ് ഈക്വൽ ടു ഇൻവെൻഷൻ. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മൾ കാണുന്ന ബൾബ്, ഈ ബൾബ് ഏതോ ഒരു കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ ഇമാജിനേഷനായിരുന്നു. ഇങ്ങനെ സ്വിച്ച് ഓൺ ചെയ്താൽ പ്രകാശം പരത്തുന്ന വിളക്കുകൾ, ആ വിളക്കുകൾ കൊണ്ട് കരിപിടിക്കാത്ത, പുക പിടിക്കാത്ത, സുഖം തരുന്ന ലൈറ്റ് എന്ന് അന്ന് തോമസ് ആൽവ എഡിസൺ കണ്ടതായിരിക്കുന്ന സ്വപ്നല്ലേ ഇന്ന് നമുക്ക് വെളിച്ചമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ ഇഷ്ടമുള്ള ഒരു ഫ്രണ്ടിനെ ഫോൺ ചെയ്ത് സംസാരിക്കുമ്പോൾ ഒരു സ്ഥലത്തിരുന്ന് പരസ്പരം എത്താതെ തന്നെ മനുഷ്യന്മാർക്ക് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാധനം ഉണ്ട് എന്ന് ഒരാളുടെ ഇമാജിനേഷൻ അല്ലേ. ഇമാജിനേഷൻ പ്ലസ് ഇൻഫോർമേഷൻ ഇസ് ഈക്വൽ ടു ഇൻവെൻഷൻ. അങ്ങനെ ലോകത്തിലുള്ള ഏതൊരു ഇൻവെൻഷൻ കണ്ടാലും അവരുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആദ്യം ഡെവലപ്പ് ചെയ്ത് വന്നായിരിക്കുന്ന ഇമാജിനേഷനിൽ ഇൻഫോർമേഷൻ കൂടിക്കലർന്നപ്പോഴാണ് അതൊരു ഇൻവെൻഷനായിക്കൊണ്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ലോകത്തുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളുടെയും ആധാരം ഇമാജിനേഷൻ പ്ലസ് ഇൻഫോർമേഷൻ ഇസ് ഈക്വൽ ടു ഇൻവെൻഷൻ എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇമാജിനേഷൻ എന്നത് നമ്മുടെ ഓർമ്മശക്തിയെ ഡെവലപ്പ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള നല്ലൊരു ഫാക്ടറാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം, അതും ഇന്നത്തെ ലോകത്ത് വീഡിയോ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ടി വി കാണുമ്പോൾ, സീരിയൽ കാണുമ്പോൾ, സിനിമ കാണുമ്പോൾ ഇമാജിനേഷൻ ഡെവലപ്പ് ആവുന്നില്ലേ? ഉണ്ട്. പക്ഷേ അവിടെയുള്ളതായിരിക്കുന്ന രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണ് ഞാൻ റീഡിംഗ് എന്ന് നിങ്ങളെടുത്ത് എടുത്തു പറയാൻ കാരണം എന്നറിയോ? റീഡിംഗ് നടത്തുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളാണ് ആ ചിത്രങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ആൾ. അതേസമയം ഒരു വിഷ്വൽസ് കാണുന്ന സമയത്ത് നിങ്ങളുടേതായിട്ടുള്ള യാതൊരു കലർപ്പും അതിന് വേണ്ട. ആ സാധനം ഒരു കോപ്പിയായിട്ട് ഇങ്ങോട്ട് എടുക്കുക. ഇന്നത്തെ സ്പൂൺ ഫീഡിങ് സ്റ്റഡിയും കുട്ടികൾ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുന്നുള്ള വ്യത്യാസം പോലെ, ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുന്ന
കുട്ടികൾക്ക് ആ പഠനം അവരുടെ സ്വന്തമായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വേണ്ടിടത്ത് അതിനെ ഉപയോഗിക്കാൻ അവർക്ക് സാധിക്കും. അതേസമയം സ്പൂൺ ഫീഡിങ് ചെയ്തിട്ട് അച്ഛനും അമ്മയും ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് കാണാപാഠം പഠിപ്പിച്ചു പോയിട്ട് പരീക്ഷ എഴുതിയ ഒരു കുട്ടിക്ക് സമയം വരുമ്പോൾ അതിനെ പ്രാക്ടിക്കൽ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അവൻ ആ തിയറിയിലുള്ളിലേ അതിനെ ഓർത്തിട്ടുള്ളൂ, അതിനെ സ്വന്തമാക്കി വെച്ചിട്ടുണ്ടാവില്ല. ഇതാണ് റീഡിങ്ങും വീഡിയോയും തമ്മിലുള്ളതായിരിക്കുന്ന വ്യത്യാസം. അതുകൊണ്ട് ഒരു റീഡിംഗ് എന്നത് നമ്മുടെ ഓർമ്മശക്തിയെ ഡെവലപ്പ് ചെയ്യും. കാരണം സ്വന്തം ക്രിയേറ്റിവിറ്റീനെ ഡെവലപ്പ് ചെയ്യാനുള്ളതായിട്ടൊരു ഫാക്ടറാണ് റീഡിംഗ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്ന്, നമുക്കൊന്ന് റീടെസ്റ്റ് ചെയ്ത് നോക്കാൻ. അതായത് കുട്ടികളാണ് പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ നമുക്ക് പഠിച്ചതിൻ്റെ ഒരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യണ്ടേ. അതിന് നിങ്ങളെ ഏറ്റവും നന്നായി സഹായിക്കുന്ന കാര്യമാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ പഠിച്ചതായിട്ടുള്ള 2-3 വർഷത്തെ ഒരു പേപ്പർ എടുത്തിട്ട് ആ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ഇപ്പം നമുക്ക് ആ ബുക്ക് വരുമ്പോൾ തൊട്ടുള്ളതായിട്ടുള്ള ഒരു 3 വർഷം 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ പഠിച്ചു കഴിഞ്ഞുവെങ്കിൽ ആ പേപ്പർ വെച്ചിട്ട് നമ്മൾ ആദ്യം സ്വന്തമായിട്ട് പരീക്ഷ എഴുതി നോക്കുക. എനിക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്, അത് കഴിഞ്ഞ ഉടനെ തന്നെ അതിനെ നമ്മൾ തന്നെ വാല്യൂ ചെയ്യുക. അപ്പോൾ നമുക്ക് മാർക്ക് ഇടുമ്പോൾ അറിയാം എനിക്ക് ഇത്ര ശതമാനം മാർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ശരിക്കും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഏത് ക്വസ്റ്റ്യൻ പഠിച്ചതിൽ കിട്ടിയിട്ടില്ല, ഏത് പഠിച്ചതൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുള്ളതായിട്ടുള്ള ഓർമ്മ വരും. ആ പഠിച്ചത് കിട്ടാത്ത കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ പഠിച്ചിട്ട് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വീണ്ടും പരീക്ഷ എഴുതി നോക്കുക. അങ്ങനെ ഒരു 3-4 വട്ടം പരീക്ഷ എഴുതി കഴിയുമ്പോഴേക്കും നിങ്ങൾ ചെയ്ത് നോക്കിയാൽ അറിയാം നമ്മുടെ മാർക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു 55% ആണെങ്കിൽ ആ 4ാമത്തെ പരീക്ഷ എഴുതുമ്പോഴേക്കും 95 to 100 അടുത്ത് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും. അതോടെ നമ്മുടെ കോൺഫിഡൻസ് നന്നായിട്ട് ഡെവലപ്പ് ആവും. എനിക്ക് പഠിച്ച കാര്യത്തിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പരീക്ഷാ ഹാളിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഭയം അവരെ ബാധിക്കാറില്ല, സ്ട്രെസ് അവർക്ക് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് നല്ല മാർക്ക് നേടിയെടുക്കാൻ വേണ്ടിയുള്ളതായിട്ടുള്ളൊരു ടെക്നിക്കാണ് റീടെസ്റ്റ്. എഗെയിൻ ആൻഡ് എഗെയിൻ നമ്മളെ തന്നെ നമ്മൾ പരീക്ഷിച്ചുകൊണ്ട് അതിനെ പരീക്ഷ എടുത്തുകൊണ്ട് നമ്മുടെ ക്വാളിറ്റീനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ നല്ല മാർക്ക് വാങ്ങാൻ വിധം നമ്മളെ പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് സാധിക്കും. പിന്നെ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. ഇതൊക്കെ നമ്മൾ മാനസികമായിട്ട് നമുക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള സപ്പോർട്ട്, ഒപ്പം തന്നെ ഫിസിക്കലായിക്കൊണ്ട് ശാരീരികമായിട്ടും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴും കുട്ടികൾക്ക് അധികം ഇഷ്ടം ഒന്നുകിൽ പിസ്സ അതല്ലെങ്കിൽ ബർഗർ ഇങ്ങനെയുള്ള സാധനങ്ങളോടായിരിക്കും ഇഷ്ടം ഉണ്ടായിരിക്കുക. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ ഇന്നത്തെ ലോകത്ത് ഫാസ്റ്റ് ഫുഡിൻ്റെ ലോകമാണല്ലോ. തിരക്ക് പിടിച്ച ജീവിതമാണ്. അച്ഛനും നേരമില്ല, അമ്മയ്ക്കും നേരമില്ല. വീട്ടിലുണ്ടാക്കാൻ നോക്കുമ്പോൾ ടേസ്റ്റോടെ ഉണ്ടാക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് ഈസി ഓർഡർ ചെയ്യുക, ഒരു പിസ്സ വരുത്തി അല്ലെങ്കിൽ ബർഗർ വരുത്തി അല്ലെങ്കിൽ ബ്രെഡും ജാമാക്കി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് കഴിച്ചിട്ട് രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റായി പോവുക എന്നുള്ളത് നമ്മുടെ ബ്രെയിനിന് സപ്പോർട്ട് ചെയ്യാത്ത കാര്യമാണ്. അതുകൊണ്ട് ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്യും വിധതായിട്ടുള്ള ഫുഡ്, അതിന് ഏറ്റവും നല്ലതാണ് പ്രോട്ടീൻ റിച്ച് ആയിരിക്കുന്ന ഫുഡുകൾ. ഒന്നുകിൽ മുളപ്പിച്ചതായിരിക്കുന്ന ചെറുപയർ അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങൾ, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബദാം ഇങ്ങനെയുള്ളതായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ്. അത് പറയുമ്പോൾ ഞാൻ പറയണേ, ഈ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്ത് അതിനെ കുതിർത്താതെ കഴിക്കുമ്പോൾ നമുക്ക് പൂർണ്ണ ബെനിഫിറ്റ് കിട്ടില്ല. കുതിർത്തിയെടുത്ത ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ പനീർ കൂടെ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. ഇങ്ങനെയുള്ളതായിരിക്കുന്ന നിറയെ വെജിറ്റബിൾസ്, ചീരകൾ, വെറൈറ്റി ഫ്രൂട്ട്സ് പറയുന്നത് രാവിലെ നേരത്തെ ഫ്രൂട്ട്സ് കഴിക്കുന്നത് അമൃതാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫുഡിൽ പ്രോട്ടീൻ റിച്ച് ആയിരിക്കുന്ന, എല്ലാവർക്കും എല്ലാ സാധനവും കഴിക്കണമെന്നല്ല പറയുന്നത്, പക്ഷേ എന്നിരുന്നാലും നിങ്ങളുടെ ക്ഷമതയ്ക്കനുസരിച്ച് സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ചീര ഉപ്പേരി നിറച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ. പൈസ ഒരുപാടില്ലെങ്കിൽ പോട്ടെ, ചീര ഉപ്പേരി നിറച്ചുണ്ടാക്കാലോ, പച്ചക്കറി ഉപ്പേരി നിറയെ ഉണ്ടാക്കാലോ, അതല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കാലോ. ഇങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ളതായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ അതല്ലെങ്കിൽ പച്ചക്കറികളോ അല്ലെങ്കിൽ മുളപ്പിച്ചതായിട്ടുള്ള പയറുവർഗ്ഗങ്ങൾ ഇങ്ങനെ പ്രോട്ടീൻ റിച്ച് ആയിരിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം കഴിച്ചാൽ സ്വാഭാവികമായിട്ടും അത് ബ്രെയിനിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഫുഡാണ്. ആ ഫുഡ് നമ്മളെ നന്നായിട്ട് സഹായിക്കും. എസ്പെഷ്യലി അധികം സമയം ഇരുന്ന് നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്ന സമയത്ത് ഇത്തരത്തിൽ ഹാർഡായിട്ടുള്ള ഫുഡുകൾ ഒഴിവാക്കുക. പിന്നെ വയറ് നിറച്ച് കഴിക്കുന്നത് ഒഴിവാക്കിയിട്ട് കുറച്ച് ഫുഡ് കഴിക്കുക. ആ കഴിക്കുന്നത് ഇത്തരത്തിൽ പ്രോട്ടീൻ റിച്ച് ആയിരിക്കുന്ന, അതിൻ്റെ കൂടെ നല്ലൊരു സാധനം ഓട്സ്, അതും നിങ്ങളുടെ പ്രോട്ടീൻ നിറച്ച് റിച്ചായി തരുന്ന ഫുഡാണ്. അത് നമുക്ക് ആഡ് ചെയ്യാം. ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഫുഡ് സിസ്റ്റത്തിൽ കൂടി ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങളുടെ ഓർമ്മശക്തിനെ കൊല്ലുന്ന ഒരു വില്ലനാണ് രാത്രിയിൽ വീഡിയോ കണ്ട് ഉറങ്ങുക എന്നുള്ളത്. വീഡിയോ എന്ന് വെച്ചാൽ അർത്ഥം പോസിറ്റീവായിരിക്കുന്ന വീഡിയോ ആയിരിക്കില്ലല്ലോ. പലപ്പോഴും ഒന്നുകിൽ പാട്ട് അല്ലെങ്കിൽ സിനിമ അല്ലെങ്കിൽ അങ്ങനെയുള്ളതായിട്ടുള്ള എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്ന കാര്യങ്ങൾ കണ്ട് വീഡിയോ കണ്ട് ഉറങ്ങുക എന്നൊരു ശീലം പല കുട്ടികൾക്കും ഉണ്ട്. അത് നിങ്ങളുടെ ബ്രെയിൻ കപ്പാസിറ്റീനെ വല്ലാതെ ബാധിക്കും. ഒന്ന്, നമ്മുടെ കണ്ണിന് തന്നെ ഉറക്കത്തിന് പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് കൊടുക്കാത്ത അവസ്ഥ ഉണ്ടാക്കും. മറ്റൊന്ന്, നിങ്ങളത് അതൊക്കെ കഴിഞ്ഞ ശേഷം ഉറങ്ങുമ്പോൾ ആ ഉറങ്ങുന്ന സമയത്ത് ഏത് ടൈപ്പ് ഓഫ് മെമ്മറിയാണോ ലാസ്റ്റ് നിങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ഏത് തോട്ട്സ് ആണോ ഫീഡ് ചെയ്ത് അതിൻ്റെ ആധാരമായിട്ടുള്ള മെമ്മറി ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കും.
അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഉറക്കത്തിന് പഠനത്തിലേക്ക് മാറ്റാം. ഞാൻ അതിൻ്റെ ഒരു അനുഭവം നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. കുട്ടിക്കാലത്ത് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു ശീലം ഉണ്ടായിരുന്നു. അന്നത്തെ ലെസന് ഒരു പ്രാവശ്യമെങ്കിലും, ഇന്നെടുത്ത എല്ലാ ചാപ്റ്ററും ഒരു പ്രാവശ്യമെങ്കിലും പഠിച്ചിട്ട് ഞാൻ ഉറങ്ങാറുള്ളൂ. അങ്ങനെ ഒരു ദിവസം പഠിക്കുന്ന സമയത്ത് അറിയാതെ പഠിക്കുമ്പോൾ ഉറക്കം വന്നാൽ ഞാൻ നടന്ന് പഠിക്കാറുണ്ട്. അങ്ങനെ നടന്ന് പഠിക്കുമായിരുന്നു. പക്ഷേ അന്ന് കുറച്ച് പല കാരണങ്ങൾ കൊണ്ട് കുറച്ച് കൂടുതൽ ക്ഷീണിതയായിരുന്നു. പക്ഷേ എൻ്റെ ആ ഒരു ഹാബിറ്റ് ഉണ്ടല്ലോ, ഒന്നും എനിക്ക് പഠിക്കാതെ ഉറക്കം വരില്ല, കിടന്നാലും മനസ്സ് ഡിസ്റ്റർബ്ഡ് ആവും. എൻ്റെ നോട്ട് ബുക്ക് എടുത്തുകൊണ്ട് വായിച്ചുകൊണ്ട് നടന്ന് വായിക്കുകയാണ്. ആ വായിക്കുന്ന സമയത്ത് ശരിക്കും ഉറങ്ങിപ്പോയിട്ടുണ്ടായി. അപ്പോൾ ഉറങ്ങിപ്പോകുന്ന സമയത്ത് അവിടെ ഒരു സാധനം ഇരിക്കുന്ന ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രം സ്റ്റെയർ കേസിന് വെച്ച് കണ്ടു. അപ്പോൾ ആ പാത്രം മാറ്റണം. കണ്ണുറങ്ങിപ്പോയി, പക്ഷെ അപ്പോഴും ആ സാധനം കണ്ടിട്ടുണ്ട്, അതെടുത്ത് മാറ്റണം എന്നാണ് ലാസ്റ്റ് തോട്ട് വന്നേ. നടക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡവറ 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 ഡവറാന്ന്. അപ്പോൾ അച്ഛൻ അത് കേട്ട് എനിക്ക് വന്ന് ചോദിച്ചു, ഇതെന്തെന്ന് നീ ബുക്ക് നോക്കി വായിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോഴാണ് ഞാൻ വേറെ ഞാൻ ഡവറ ഡവറ ഡവറാന്ന് വായിക്കുകയാണോ എന്ന്. ഞാൻ നിങ്ങളോട് പറയാൻ കാരണം ഇതെൻ്റെ അനുഭവം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ അവസാന സമയത്തെ തോട്ട് അത്രയും സ്ട്രോങ്ങിൽ നമ്മളോട് റിപ്പീറ്റ് ചെയ്യുന്നതാണ് അർത്ഥം. അപ്പോൾ അതുകൊണ്ട് പഠിക്കാനിരിക്കുമ്പോൾ, അതേസമയം ഇംഗ്ലീഷ് പഠിച്ചിട്ടാണ് ഞാൻ ഉറങ്ങുന്നതെങ്കിൽ എൻ്റെ ചേച്ചിയൊക്കെ പറയാറുണ്ട്, എൻ്റെ ചേച്ചിയുടെ അനുഭവമുണ്ട്, എൻ്റെ അനിയൻ്റെ അനുഭവമുണ്ട്. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് പഠിച്ചുറങ്ങുമ്പോൾ പഠിച്ചോടത്ത് കിടന്ന് ഉറങ്ങിപ്പോയിട്ട് വന്ന് വിളിക്കുകയാണെങ്കിൽ, ഏതാണോ ഇംഗ്ലീഷാണ് പഠിക്കുന്നതെങ്കിൽ ഇംഗ്ലീഷ് വിളിച്ച് പറയും പോലും, മാത്സ് ആയിരുന്നെങ്കിൽ മാത്സ് വിളിച്ച് പറയും പോലും. അന്ന് തന്നെ കുട്ടിക്കാലത്ത് എല്ലാവരും കളിയാക്കുമായിരുന്നു. മാത്സ് വിളിച്ച് പറയുള്ളൂ, ഇംഗ്ലീഷ് പറയുന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നു, മനസ്സിലാവില്ല, എന്തൊക്കെ ചീത്ത വിളിക്കുന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ വലുതായപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് കുറച്ച് സമയം പഠിച്ചാൽ എൻ്റെ എല്ലാം പഠിച്ചു കഴിയുമായിരുന്നു. റീസൺ മറ്റൊന്നും ആയിരുന്നില്ല, ഉറങ്ങുന്ന സമയത്ത് ഇത് പഠിച്ചിട്ടേ ഉറങ്ങുള്ളൂ. ആ പഠിച്ച കാര്യത്തിൻ്റെ ഓർമ്മയിൽ പോയി ഉറങ്ങുമ്പോൾ ആ പഠിക്കുന്ന സമയത്ത് ലാസ്റ്റ് ഉണ്ടായിരുന്ന സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റ് ഉറക്കത്തിൽ മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നല്ല ടെക്നിക്കല്ലേ, ഉറക്കം പഠനത്തിലേക്ക് നമുക്ക് മാറ്റാം. അതുകൊണ്ട് അത് മനസ്സിലാക്കിയ ശേഷം ഞാൻ പഠിക്കുമ്പോൾ ഏതാണോ എനിക്ക് ടഫായിരിക്കുന്ന സബ്ജക്റ്റ്, ആ സബ്ജക്റ്റ് ഉറങ്ങുന്നതിനേക്കാൾ മുന്നേ പഠിച്ചിട്ട് ഞാൻ ഉറങ്ങുമായിരുന്നു. ഉറങ്ങുന്ന സമയത്ത് മുഴുവൻ ഈ ടഫ് സബ്ജക്റ്റ് ഉറക്കത്തിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. രാവിലെ എഴുന്നേറ്റ് ഒറ്റ വട്ടം നോക്കുമ്പോൾ അത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തൊരു ഈസിയാന്ന് നോക്കിയേ. അതുകൊണ്ട് ഈ ടെക്നിക്ക് നിങ്ങളും ഉപയോഗിക്കണം പഠിക്കാൻ വേണ്ടി. പഠിക്കുന്ന സബ്ജക്റ്റിനെ ഓർത്ത് ഉറങ്ങുക, എന്നാൽ തീർച്ചയായിട്ടും നമുക്ക് പറ്റും. എന്നാൽ കളിക്കുന്ന സബ്ജക്റ്റ് ഓർത്ത് ഉറങ്ങിയാലോ, അതും രസകരമാണ്. എൻ്റെ കുഞ്ഞനിയൻ ഉണ്ടായിരുന്നു, അവൻ നന്നായിട്ട്, പ്രത്യേകിച്ചും വേനൽക്കാലത്ത് അവധി വരുമല്ലോ, ആ സമയത്ത് ഇന്ന് കുട്ടികൾക്കൊന്നും അങ്ങനത്തെ ക്രിയേറ്റീവായിട്ടുള്ള കളി ഇല്ലല്ലോ. ഈ ഗോട്ടി കളി എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ട് പളുങ്ക് വെച്ച് ഇങ്ങനെ തെറിപ്പിക്കുന്ന കളി. ആ കളിയിൽ പകൽ മുഴുവൻ കൂട്ടുകാർക്കൊപ്പം കളിക്കുകയായിരിക്കും. രാത്രി ഉറക്കത്തിൽ അവനെങ്ങാനും വിളിച്ചാൽ അവൻ എനിട്ടിരുന്നിട്ട് ഗോട്ടി കളിക്കുമായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ശരിയാണ്, നമ്മുടെ ഉള്ളിൽ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്തുള്ളതായിരിക്കുന്ന ഫീലിങ്സ് എന്തോ അത് തീർച്ചയായിട്ടും നമ്മുടെ ഉറക്കത്തിൽ നന്നായിട്ട് ബാധിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നത് മാത്രം. അതുകൊണ്ട് രാത്രി ഉറങ്ങുന്നതിനേക്കാൾ മുന്നേ മൊബൈൽ കണ്ട് ഉറങ്ങരുത്. അതിനൊക്കെ മാറ്റി വെച്ച് കുറച്ച് സമയം മെഡിറ്റേറ്റ് ചെയ്ത് മനസ്സിനെ കൂളാക്കി കാമാക്കി നിങ്ങൾക്ക് എത്ര മാർക്ക് വാങ്ങണം, ഏത് ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്നോ ആ ലക്ഷ്യത്തിലെത്തിച്ചേർന്നതായി കണ്ട് സന്തോഷിച്ച്, ഏത് ടോപ്പിക്കാണോ നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും ടഫുള്ളതായിരിക്കുന്ന സബ്ജക്റ്റ്, ആ സബ്ജക്റ്റ് ഈശ്വരൻ ടീച്ചറായിട്ട് പഠിപ്പിക്കുന്നത് കണ്ടുകൊണ്ട് അത് കേട്ട് ഉറങ്ങുക. രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും ഓൾമോസ്റ്റ് പഠനം നിങ്ങളുടെ പൂർത്തിയായിട്ടുണ്ടാവും. എളുപ്പമല്ലേ ഈ ടെക്നിക്ക്? അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ഓർമ്മശക്തിയെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പല കൂട്ടുകാരും ഞാനിങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികൾക്കുള്ള ട്രെയിനിങ് പ്രോഗ്രാം ചെയ്തപ്പോൾ പലരും എന്നോട് ചോദിച്ച വേറൊരു ചോദ്യം ഉണ്ടായിരുന്നു, പഠിക്കാനിരിക്കുമ്പോഴേക്കും ഉറക്കം വരും, അതിനിപ്പോൾ എന്താ ഒരു പോംവഴിയെന്ന്. പഠിക്കാനിരിക്കുമ്പോൾ ഉറക്കം വരുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം ഞാൻ നിങ്ങൾക്ക് തുറന്നു പറയുകയാണെങ്കിൽ എനിക്ക് സിമ്പിളായിട്ട് പറഞ്ഞുതരാൻ പറ്റും. നിങ്ങൾക്ക് താല്പര്യക്കുറവ് കൊണ്ടാണ് പഠിക്കാനിരിക്കുമ്പോൾ ഉറക്കം വരുന്നത് എന്ന്. പക്ഷേ നമുക്കറിയാലോ, മനസ്സിലാക്കാമല്ലോ, എല്ലാവർക്കും ഒരുപോലെ പഠനത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിക്കൊള്ളണം എന്നില്ലല്ലോ. അപ്പോൾ ഉണ്ടാക്കിയെടുക്കാനും ഒരു വിദ്യ വേണ്ടേ? അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിന് ഞാൻ നിങ്ങൾക്കൊന്ന് റെയിൻബോ എന്നതായിരിക്കുന്ന ഒരു പുതിയ ടെക്നിക്ക്, ഈ ഒരു വാക്കിൽ നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാനൊരു പേരിട്ട് കൊടുത്തിരിക്കുകയാണ്, റെയിൻബോ ടെക്നിക്ക്. നല്ല വാക്കല്ലേ? മഴവില്ലിൽ 7 നിറങ്ങൾ നമ്മളെ സന്തോഷിപ്പിക്കും പോലെ, മഴവില്ല് കാണുമ്പോൾ എത്ര സന്തോഷം നമുക്ക് തോന്നുക. അതേപോലെ ഈ ടെക്നിക്കിൽ പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും സന്തോഷത്തോടെ പഠിക്കാനായിട്ട് സാധിക്കും. അതിൽ ഒന്നാമത്തെ കാര്യമാണ് റീഡ് അലൗഡ്. പഠിക്കുമ്പോൾ ഉറക്കം വരുന്നത് അധികവും ഞാൻ കണ്ടിട്ടുള്ളത് ആരാന്നറിയോ? ബുക്ക് നോക്കി ഇങ്ങനെ മൗനായിട്ട് വായിക്കും, കണ്ണോടിക്കൽ മാത്രം. പറയുമ്പോൾ പഠിക്കുകയാണ്, പക്ഷേ ഈ കണ്ണോടിക്കുമ്പോൾ കണ്ണ് ബുക്കിലുണ്ടാവും, മനസ്സെവിടേക്കാണ് പോയെന്ന് അറിയില്ലല്ലോ. ഓടി നടക്കുമ്പോൾ ഒരാൾ ക്ഷീണിക്കില്ലേ,
അതേപോലെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ക്ഷീണം വരും, നമ്മൾ ഉറങ്ങിപ്പോവും. അതുകൊണ്ട് ഉറക്കം എന്ന് പറയുന്ന ഒരു ശത്രു വരുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം ബുക്കിൽ നോക്കിയിരുന്ന് മാത്രം അങ്ങനെ വായിക്കുന്നതാണ്. അതുകൊണ്ട് ഉറക്കം വരുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഉറക്കം വായിച്ച് പഠിച്ചാൽ ഉറക്കം എവിടേക്കാണ് പോയെന്നറിയില്ല. അതുകൊണ്ട് രണ്ട് ചേർച്ചയില്ലേ, ഉറക്കം വായിച്ച് പഠിച്ചാൽ ഉറക്കം എവിടേക്കാണ് പോയെന്നറിയില്ല. അതുകൊണ്ട് ഉറക്കം വായിക്കുക, ഉറക്കത്തിന് ഓടിപ്പിക്കുക. പിന്നെ ഉറക്കം വരണമെന്ന് തോന്നുമ്പോൾ ഒന്നും കൂടെ കസേരയിൽ കൂടിയിരിക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടെ ചാരിയിരിക്കുക, പിന്നെ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ബുക്ക് കയ്യിലുണ്ടാവും, ബുക്ക് മുഖത്തുണ്ടായിരിക്കും, പിന്നെ നിങ്ങൾ ഏതോ ലോകത്തായിരിക്കും. അതുകൊണ്ട് ഉറക്കം വരികയാണെങ്കിൽ പഠിക്കാനിരിക്കുമ്പോൾ നട്ടിൽ നിവർന്നിരിക്കുക. ഏറ്റവും നല്ല ശ്രദ്ധ കിട്ടുന്നതായിരിക്കുന്ന ബോഡി പോസ്ചറാണ് നട്ടിൽ നിവർന്നിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നട്ടിൽ നിവർന്ന് ഉറക്ക വായിച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ 2-3 ബെനിഫിറ്റ് ഉണ്ട്. ഒന്ന് നിങ്ങൾക്കറിയോ, നമ്മുടെ സ്ഥൂലേന്ദ്രിയമായിരിക്കുന്ന നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളായിരിക്കുന്ന വായും അതുപോലെ തന്നെ കണ്ണും, ഒപ്പം നമ്മുടെ തല ആക്റ്റീവാവും, ചെവി ആക്റ്റീവായിരിക്കും. അപ്പോൾ 3 ജ്ഞാനേന്ദ്രിയങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുകയാണ്. നമ്മുടെ കണ്ണ്, നമ്മുടെ വായ, നമ്മുടെ ചെവി 3ഉം ആക്റ്റീവ് ആകുമ്പോൾ തന്നെത്താൻ നമ്മുടെ ശരീരം അലേർട്ടായിട്ട് മാറും, നമ്മുടെ മനസ്സ് അലേർട്ടായിട്ട് മാറും. പിന്നെ ഈ ഒന്ന് വായിച്ച് പഠിക്കുന്ന ശബ്ദം, കണ്ണ് വായിക്കുന്നതിൻ്റെ ബെനിഫിറ്റ്, മറ്റൊന്ന് കാത് കേൾക്കുന്നതിൻ്റെ ബെനിഫിറ്റ്. അപ്പോൾ നിങ്ങൾ തന്നെ വായിച്ചിട്ട് കേൾക്കുകയാണെങ്കിൽ പോലും കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈസി റെക്കോർഡിങ് നിങ്ങൾക്ക് നടത്താനായിട്ട് സാധിക്കും. ഈവൻ നിങ്ങളൊരു ക്ലബിലോ ഫാക്ടറി അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥലത്തിരുന്നിട്ടാണ് വായിക്കുന്നതെങ്കിൽ ഉറക്കം വായിക്കാൻ പറ്റില്ലെങ്കിൽ വിസ്പർ ചെയ്ത് വായിച്ചോളൂ, അതിനാർക്ക് ശല്യമൊന്നും ഉണ്ടാവില്ലല്ലോ. ആ രീതിയിലെങ്കിലും നമ്മളെ തന്നെ നമ്മൾ കേൾപ്പിച്ചുകൊണ്ട് വായിക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവാണ്. പിന്നെ വളരെ ഉറക്കിയല്ലാതെ വിസ്പർ ചെയ്ത് വായിക്കുകയാണെങ്കിൽ കുറേയും കൂടിയുണ്ട്. നിങ്ങൾക്കറിയോ, മുനിമാർ മന്ത്രം ചൊല്ലിക്കൊണ്ട് അവരുടെ ശക്തിയെ ഉണർത്തിയെടുക്കാറുണ്ട്. ഒരു കാര്യം ഇങ്ങനെ മന്ത്രിക്കും പോലെ കേൾക്കുമ്പോൾ വളരെ അലേർട്ടായിട്ട് നമ്മുടെ ചെവി കേൾക്കും. അതുകൊണ്ടല്ലേ കൂട്ടുകാരന്മാരൊരു കാര്യം പേഴ്സണലായി പറയണമെങ്കിൽ ചെവിയിൽ പോയിട്ട് സ്വകാര്യമായിട്ട് ഷു 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 എന്ന് പറയുമ്പോൾ ആ കേൾക്കുന്ന ആൾ വട്ടം പിടിച്ച് കേൾക്കുകയും ചെയ്യും, നന്നായിട്ട് മനസ്സിലാക്കുകയും ചെയ്യും. ഞാനൊരു കമ്മ്യൂണിക്കേഷൻ ലോ പഠിച്ചത് ഓർമ്മിക്കും. എപ്പോഴാണോ 2 ആളുകളും ഉറക്കം സംസാരിക്കുന്നത് അവിടെ യാതൊരു കമ്മ്യൂണിക്കേഷൻ നടക്കില്ല എന്നും, എപ്പോഴാണോ മന്ത്രിക്കുന്നത് അവിടെ ബെസ്റ്റ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതാണ്. അപ്പോൾ ഞാൻ വായിക്കുന്ന ലെസൺസ് എന്നോട് തന്നെ കേൾപ്പിച്ചുകൊണ്ട് ദ ബെസ്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്നോട് തന്നെ നടത്തി ഓർമ്മിച്ച് വെക്കാനുള്ളതായിട്ടുള്ള നമ്പർ 1 മെത്തേഡാണ് ഉറക്കെ വായിച്ച് പഠിക്കുക എന്നുള്ളത്. റെയിൻബോയിലെ ഒന്നാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് ഉറക്കെ വായിച്ച് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തെ ശബ്ദം റെയിൻബോയിലെ RA എന്ന് പറയുന്നത് അവോയ്ഡ് ഓവർ ഫുഡ് എന്നത്. അധികം കഴിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഉറക്കം വരും. അതുകൊണ്ട് പഠിക്കാനിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പണ്ട് കൊച്ചുകാലത്ത് സംസ്കൃതത്തിൽ പഠിച്ചൊരു ശ്ലോകം ഓർമ്മിച്ചു പോവും. കാകദൃഷ്ടിർ ഭഗധ്യാനം ശ്വാനനിദ്ര തഥൈവ ച അല്പാഹാരോ ജീർണവസ്ത്രമേതദ് വിദ്യാർത്ഥി ലക്ഷണം എന്ന്. കാകദൃഷ്ടി എന്ന് വെച്ചാൽ അർത്ഥം നിങ്ങൾ കണ്ടിട്ടില്ലേ, കൊക്കിന് കല്ലേറ് കൊണ്ടാലോ കൊക്ക് പറക്കുക, കാക്ക നിങ്ങൾ കുനിഞ്ഞ് കല്ലെടുത്താൽ കാക്ക പറക്കും. നമ്മുടെ ശ്രദ്ധ എപ്പോഴും, അതായത് അലേർട്ട്നെസ് എപ്പോഴും കാക്കയെപ്പോലെ ഉണ്ടായിരിക്കണം. ഒപ്പം നായ ഉറങ്ങും പോലെ ഉറങ്ങാവൂ എന്ന്. നായ നല്ല ഡീപ്പ് സ്ലീപ്പിലായിരിക്കും, പക്ഷെ ഒരു കരിയില വീണാൽ പോലും നായ കേൾക്കുകയും ചെയ്യും. ശ്വാനനിദ്ര, അതുപോലെ തന്നെ അല്പാഹാരം, വയറ് നിറച്ച ആഹാരം കഴിക്കുമ്പോൾ തന്നെത്താൻ ഉറക്കം നമ്മുടെ കൂടെ വരും. ഞങ്ങളുടെ കൂടെയുള്ളൊരു സിസ്റ്റർ എപ്പോഴും പറഞ്ഞ് ഞാൻ ഓർക്കും, തമിഴിലൊരു ചൊല്ല്, തിന്നാൽ മയക്കം തിന്നില്ലെങ്കിൽ കറക്കം എന്ന് പറയുന്നത്. ആഹാരം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ തല ചുറ്റിയിട്ട് വേണ്ടത്ര ഗ്ലൂക്കോസ് നമ്മുടെ ബ്രെയിനിലേക്ക് കിട്ടാതെ വന്നാലും നമ്മൾ ക്ഷീണിക്കും. വയറ് നിറച്ച് ആഹാരം കഴിച്ചാലും നമുക്ക് ക്ഷീണം വരും, ഉറക്കം വരും. അതെന്താ കാരണം? ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ബ്ലഡ് നമ്മുടെ ഡൈജഷൻ സിസ്റ്റത്തിലേക്കാണ് മാക്സിമം പമ്പ് ചെയ്യുക. അതായത് തലച്ചോറിനാണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ വേണ്ടതായിരിക്കുന്ന ഭാഗം. പക്ഷേ തലച്ചോറിലേക്ക് എത്തുന്നതായിരിക്കുന്ന ഓക്സിജൻ മറിച്ച് നമ്മുടെ ഡൈജഷൻ സിസ്റ്റത്തിലേക്ക് പോവുകയും അതുകൊണ്ട് തലച്ചോറിന് ക്ഷീണം അനുഭവപ്പെടാൻ തുടങ്ങും. അപ്പോൾ അത് എല്ലാ ഇന്ദ്രിയങ്ങളെയും ശാന്താക്കാൻ നോക്കും, ഉറങ്ങാൻ നോക്കും. ഗ്ലൂക്കോസ് കുറയുമ്പോൾ തലച്ചോറിൻ്റെതായിട്ടുള്ള ഡയറക്ഷൻ ഉറങ്ങിക്കോളൂ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് വയറ് നിറച്ച ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അധികം വൈകാതെ ഉറക്കം വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. മാക്സിമം 15 മിനിറ്റ്സ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഉറക്കം പിടിച്ചു നിർത്താൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് വീണുപോകും. അതുകൊണ്ട് ബെറ്റർ ഐഡിയ നിങ്ങൾക്ക്
അരവയറ് ആഹാരം കഴിക്കുക. പഠിക്കാനിരിക്കുമ്പോൾ അതും സിമ്പിളായിരിക്കുന്ന ഫുഡുകളാണെങ്കിൽ കുറേ കൂടെ നല്ലത്. ഹാർഡ് ഫുഡ് കഴിക്കുകയാണെങ്കിൽ പോലും ചവച്ചരച്ച് കഴിക്കുക, അത് അരവയറ് മാത്രം കഴിക്കുക. മുഴുവൻ വയറ് ആഹാരം കഴിച്ചാൽ ക്ഷീണിക്കും. എന്നാൽ പിന്നെ പെട്ടെന്ന് വിശന്നാലോ, എന്താ വിഷമം, കുറച്ച് പിന്നെ കഴിച്ചോളൂ. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കഴിക്കുന്നത് ഒരു പ്രാവശ്യം അധികം വയറ് നിറച്ച് കഴിക്കുന്നതിനേക്കാൾ നല്ലതാണ്. വയറ് ചാടാതിരിക്കാനും നല്ലതാണ്, ഒപ്പം നമ്മുടെ ഹെൽത്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ബ്രെയിൻ ഒരുപാട് സമയം പ്രവർത്തിക്കാനും ഒക്കെ സഹായിക്കുന്ന ഘടകമാണ് കുറച്ച് ഫുഡ് കഴിക്കുക എന്നുള്ളത്. നമ്മുടെ വയറിന് സ്വസ്ഥമായിട്ട് പണിയെടുക്കാൻ അനുവദിക്കുക, അതിനെ ക്ഷീണിപ്പിക്കാതെ പ്രവർത്തിക്കാൻ അനുവദിക്കുക എന്നുള്ളത്. അതുകൊണ്ട് രണ്ടാമത്തെ ഫാക്ടർ അധികം ഫുഡിനെ ഒഴിവാക്കണം. പിന്നെ ഓർക്കുമല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത്, ന്യൂട്രീഷ്യസ് ആയിരിക്കുന്ന ഫുഡായിരിക്കണം, പഠിക്കുന്നതായിരിക്കുന്ന കുട്ടികൾ പ്രോപ്പറായിരിക്കുന്ന ന്യൂട്രീഷൻ, പ്രോട്ടീൻ അടങ്ങിയത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫുഡിന് വേണ്ടി ശ്രദ്ധിക്കുക തന്നെ വേണം. പിന്നെ മൂന്നാമത് ഐ എന്നുള്ളതാണ്. ഐ മീൻസ് ഇൻ്റർവെൽസ്. കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാനിരിക്കുമ്പോൾ പലപ്പോഴും കുട്ടികൾക്ക് ബോറടിക്കാറുണ്ട്. നിങ്ങൾക്ക് ഉണ്ടാവാറില്ലേ എൻ്റെ കൂട്ടുകാരെ? പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യാവുന്ന സമയത്തിൻ്റെ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം 5 to 10 minutes ഒരു ബ്രേക്ക് എടുക്കുക. അതായത് 45 minutes ആണ് നിങ്ങളുടെ കോൺസെൻട്രേഷൻ്റെ ബെസ്റ്റ് ടൈമെങ്കിൽ അത് കഴിഞ്ഞ ശേഷമുള്ളതായിരിക്കുന്ന 5 minute 10 minute ഒരു പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ എന്നിട്ട് നിന്ന് എക്സസൈസ് ചെയ്യുക. ഞാൻ പലപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എക്സസൈസ് ഏതാണെന്നറിയോ നിങ്ങൾക്ക്? പാട്ടിട്ടിട്ട് ഡാൻസ് കളിക്കുക. എന്തെങ്കിലും ഡാൻസ് അറിഞ്ഞോളണമെന്നൊന്നുമില്ല, ഒന്ന് ചാടിത്തുള്ളുക, അങ്ങോട്ടിരിക്കുക, ഇങ്ങോട്ട് മറിയുക. അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ബോഡി ഫുൾ സ്ട്രെച്ച് ആവും, നന്നായിട്ട് ബ്രെയിനിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടും, ഓക്സിജൻ നന്നായിട്ട് വരും, ഫ്രഷായിട്ട് വീണ്ടും നമുക്ക് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു കാര്യമാണ്, ഒരു ഇൻ്റർവെൽ കഴിഞ്ഞാൽ ഒരു 45 മിനിറ്റാണ് നിങ്ങളുടെ ബെസ്റ്റ് കോൺസെൻട്രേഷൻ എങ്കിൽ ആ സമയം, ചിലർക്ക് 1 മണിക്കൂറായിരിക്കും എങ്കിൽ 1 മണിക്കൂർ സമയം, ആ ഒരു ഫുൾ കോൺസെൻട്രേഷനിൽ പഠിക്കുന്ന ഒരു മൊമെൻറ്റ് കഴിഞ്ഞാൽ ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും വന്ന് പഠിക്കാനിരിക്കുമ്പോൾ ഈസി ആയിട്ട് നമുക്കതിനെ ഓവർകം ചെയ്യാൻ സാധിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ആ സമയം എഴുന്നേൽക്കാൻ പാടില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കും, പക്ഷേ പതുക്കെ നിങ്ങളുടെ പഠനത്തിലുള്ള കോൺസെൻട്രേഷൻ കുറയാൻ തുടങ്ങും, ബോറടിക്കാൻ തുടങ്ങും, പഠിപ്പ് മടുക്കാൻ തുടങ്ങും. അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ ഒരു 45 മിനിറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോഴോ നിങ്ങളുടെ ഇൻ്റർവെൽ ഏതാണെങ്കിൽ ആ ടൈമിൽ എഴുന്നേറ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്തു, അല്ലെങ്കിൽ ഒരു പാട്ട് കേട്ടു, അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്തു, അല്ലെങ്കിൽ ഒന്ന് ഡാൻസ് കളിച്ചു, അല്ലെങ്കിൽ ഒന്ന് പുറത്തൊന്ന് ഓടി നടന്നിട്ട് വന്നു. ഇങ്ങനെ ഏതെങ്കിലും രീതി നിങ്ങൾക്ക് വേണ്ടതായിരിക്കുന്ന ഒരു എനർജൈസർ സ്വന്തമാക്കിക്കോളൂ. പക്ഷേ ആ എനർജൈസർ, ഒരു കാര്യം മാത്രം പറയാം, 5 മിനിറ്റിനൊരു പാട്ട് കേൾക്കാൻ തുടങ്ങിയിട്ട് അത് 25 മിനിറ്റിലേക്ക് മാറിപ്പോയി എന്നുള്ള കാര്യം പറയരുത്. അത് നമുക്ക് നമ്മുടെ കൺട്രോൾ ഇല്ലായ്മയാവും. അതുകൊണ്ട് കൺട്രോൾ ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് നമ്മുടെ സമയത്തിൽ അവസാനിപ്പിച്ച് വീണ്ടും പഠിക്കാനിരിക്കുക. എന്നാലും നമുക്ക് ആ നല്ല കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്തു പോകാനും നന്നായിട്ട് ഈസി ആയിട്ട് പഠിച്ചു തീരാനും പഠിക്കാനിരിക്കുമ്പോഴുള്ള ഉറക്കം വരവും ബോറടിയും ഒക്കെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് നമ്മളെ സഹായിക്കും. പിന്നെ റെയിൻബോയിൽ N ആണ് വരുന്നത്. N മീൻസ് നാപ്പിംഗ്. കാരണം എല്ലാ സമയത്തും ഉറക്കം വരുന്നത് അത് മടി കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ നമ്മുടെ ബോറടി കൊണ്ട് മാത്രമാണെന്നല്ല, ചിലപ്പോൾ ശരീരത്തിന് ആവശ്യമായിട്ടും വന്നേക്കാം. അതുകൊണ്ട് ആ സമയത്ത് കഷ്ടപ്പെട്ട് പിടിച്ചു വലിച്ച് ഉറക്കത്തിൽ മാറ്റി പിന്നെ ഇരിക്കാൻ നോക്കിയാൽ ഏതാനും ഒരു 10 minutes കഴിയുമ്പോഴേക്കും പിന്നെ നിങ്ങൾക്ക് ഉറക്കം വരാൻ തുടങ്ങും. അങ്ങനെ അത്രയും ശരീരം ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഉറക്കമെങ്കിൽ ഒരു പവർ സ്നാപ്പ് എടുക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം. നമ്മൾ പറയാറില്ലേ, സിംഹം അല്ലെങ്കിൽ പുലിയൊക്കെ അത് ഓടുന്നതിനേക്കാൾ മുന്നേ 2 അടി പിന്നോട്ട് വെച്ചിട്ട് അതിശക്തമായിട്ട് മുന്നോട്ട് കുതിക്കുമെന്ന് പറയും. അതേപോലെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിലിടയ്ക്ക് ഓവർലോഡായിപ്പോയി നമുക്ക് അത്രയും ടയേർഡായി തോന്നുകയാണെങ്കിൽ ഒരു 10 to 15 minutes ആ സമയത്ത് ഉറങ്ങുന്ന സമയത്ത് പവർ സ്നാപ്പ് എന്ന് വെച്ചാൽ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോവാം. പക്ഷേ ഒരുപാട് സമയം ആൽഫയും അതുപോലെ തന്നെ ബീറ്റയിലൊന്നും പോവാതെ ഡയറക്റ്റായിട്ട് അത് ഡെൽറ്റയിലേക്ക് പോയി തിരിച്ചു വരുന്നൊരു ടെക്നിക്ക് നമ്മൾ പഠിക്കണം. അതിൻ്റെ ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈസിയായി പറഞ്ഞു തരാം. നിങ്ങളെ സ്വയം ഒരു സ്റ്റാറായിട്ട് ആ സമയത്തൊന്ന് കണ്ടു നോക്കുക. ഞാൻ സ്റ്റാറാണ്, ഞാൻ വളരെ ശാന്തമാണ്, ഐ എം സോ പീസ്ഫുൾ, നല്ല ശാന്തമാണ്, വളരെ ശാന്തമാണ്, ഞാൻ ശാന്തമായിട്ടിരിക്കുകയാണ്, ഇപ്പോൾ ഒരു തോട്ട്സും ഇല്ല, സോ കൂൾ, സോ പീസ്ഫുൾ. അങ്ങനെ അതേ ഒരേ തോട്ടിനെ എഗെയിൻ ആൻഡ് എഗെയിൻ റിപ്പീറ്റ് ചെയ്യുക. 1 minute ആകുമ്പോഴത്തേക്കും അത് ബോറടിച്ച് ആ സ്ലീപ്പിൽ ആ ശാന്തിയിൽ അങ്ങ് ഉറങ്ങിപ്പോകും, പെട്ടെന്ന് ഡെൽറ്റയിലേക്ക് വീഴും. ആ 10 minute കഴിഞ്ഞ ശേഷം പക്ഷേ ഉറങ്ങും മുന്നേ നമ്മൾ പ്ലാൻ ചെയ്യണം, ബ്രെയിനോട് പറയണം 10 minute ഉറങ്ങാനാണ് ഞാൻ കിടക്കുന്നത് എങ്ങനെ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ജൈവ ഘടികാരം പ്രവർത്തിക്കും. 10 minute കഴിയുമ്പോൾ ഉറക്കത്തിന് ഞെട്ടും. ഒന്ന് ഉണരുമ്പോൾ ഒന്നും കൂടെ കിടക്കാമെന്ന് വിചാരിക്കരുത്. ഒന്ന് ഉണരുമ്പോൾ ഉണർന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്ത ടൈം ആയിരിക്കും. ആ ടൈമിൽ ഉണർന്ന ഫ്രഷ്നെസ് ഉണ്ടായിരിക്കും.
വീണ്ടും ഉറങ്ങാൻ തിരിഞ്ഞ് കിടന്നാൽ അത് വീണ്ടും ആൽഫ ബീറ്റ പോകാൻ തുടങ്ങും. അത് പിന്നെ ലോങ് സ്ലീപ്പായിട്ട് മാറും. അതുകൊണ്ട് ഒരു 10 മിനിറ്റ്സ് പവർ സ്നാപ്പ് എടുത്തുകൊണ്ട് വീണ്ടും ഉറങ്ങുക. അത്രയ്ക്ക് ശരീരത്തിന് വയ്യാത്ത സമയമാണെങ്കിൽ നിങ്ങൾ ഒരു 45 മിനിറ്റ് ഉറങ്ങിയിട്ട് ഉണരാൻ നോക്കിക്കോളൂ. അതല്ല എന്നുണ്ടെങ്കിൽ നോർമലി 45 മിനിറ്റ് ഒന്നും വേണം നിർബന്ധമില്ല. എസ്പെഷ്യലി സ്റ്റുഡൻസ് ആണ്, ശരീരത്തിൻ്റെ യങ് ഏജ് ആണ്, അതുകൊണ്ട് ഉറക്കം അനിവാര്യമല്ല. എന്നാലും അതിനൊരു ചെറിയ റിലാക്സേഷൻ കൊടുത്തുകൊണ്ട് 4 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാനുള്ള ഊർജ്ജം നമുക്ക് അട്രാക്ട് ചെയ്യാനുള്ളതായിട്ടുള്ള വഴിയാണ് പവർ സ്നാപ്പ് അഥവാ നാപ്പിംഗ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ശേഷം പിന്നെ റെയിൻബോയിൽ ബി അപ്രൈറ്റ് എന്നാണ്. അതായത് കറക്റ്റായിരിക്കുന്ന പൊസിഷനിലിരുന്ന് പഠിക്കുമ്പോൾ പല കുട്ടികൾക്കും പഠിക്കുന്നത് കിടക്കയിലിരുന്ന് പഠിക്കുക എന്നുള്ളൊരു ശീലമാണ്. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ളത് കിടക്കയിലിരുന്ന് പഠിക്കും, ആദ്യം ഒന്ന് ഇരുന്ന് പഠിക്കും, പിന്നെ ഒന്ന് ചാരിക്കിടന്ന് പഠിക്കും, പിന്നെ ഒന്ന് കിടന്ന് പഠിക്കും, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കിടന്ന് ഉറങ്ങും. എപ്പോൾ പഠിച്ചു എന്നോ എപ്പോൾ കിടന്നു എന്നോ പോലും നിങ്ങൾ അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ട് കിടന്ന് ഉറങ്ങാനുള്ളതാണ്. പഠിക്കാനായിട്ട് നിങ്ങളുടെ ടേബിളും കസേര ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒന്നാമത് കിടക്കയിലിരുന്ന് പഠിക്കുമ്പോൾ കുനിഞ്ഞിരുന്ന് പഠിക്കേണ്ടി വരും. നമുക്ക് പുറം വേദന വന്നു വയ്ക്കും, കഴുത്ത് വേദന വന്നു വരും, പല രോഗങ്ങൾക്കും കാരണമാവും. അതുകൊണ്ട് അതിനൊക്കെ മാറ്റണം. എന്നിട്ട് നടുനിവർന്നിരുന്ന് ശ്രദ്ധയോടെ കസേരയിലിരുന്ന് ശരിയായ സ്ഥാനത്തിരുന്ന് പഠിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. പിന്നെ മറ്റൊന്ന് ഓർഗനൈസ് യുവർ സ്റ്റഡി എന്നാണ്. പഠിക്കാനിരിക്കുമുണ്ടല്ലോ ഫ്രഷ് ആയിട്ടുള്ള സമയത്ത് നമുക്ക് കുറച്ച് ഹാർഡായിട്ടുള്ള ടോപ്പിക്സും അതുപോലെ കുറച്ച് ഈസി ആയിട്ടുള്ള ടോപ്പിക്സ് അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു സ്റ്റഡിക്ക് വേണ്ടി ഒരു ടൈം വെക്കുകയാണെങ്കിൽ പഠിക്കാനിരിക്കുന്ന സമയത്ത് പഠിക്കാൻ തുടങ്ങുന്ന രാവിലത്തെ സമയം അല്ലെങ്കിൽ സന്ധ്യാസമയം അതൊക്കെ നമ്മൾ ഫുൾ ഫ്രഷ് ആയിരിക്കുന്ന സമയങ്ങളാണല്ലോ. ആ സമയങ്ങളിലേക്ക് ഏറ്റവും ടഫായിരിക്കുന്ന സബ്ജക്റ്റ് എടുത്ത് പഠിച്ചു നോക്കുക. അത് കഴിഞ്ഞ ശേഷം കുറച്ച് ബോറടിക്കണമെന്ന് തോന്നിയാൽ ഒരു ഇൻ്റർവെൽ കഴിയുമ്പോൾ ഒരു ഈസി സബ്ജക്റ്റ് പഠിക്കുക. അത് കഴിഞ്ഞ ശേഷം കുറച്ച് മനസ്സ് റിലാക്സ്ഡ് ആകുമ്പോൾ വീണ്ടും ഹാർഡ് സബ്ജക്റ്റ് പഠിക്കുക. അങ്ങനെ നമ്മുടെ പഠനത്തിൽ നമുക്ക് കഷ്ടമുള്ള ഇഷ്ടപ്പെട്ടത് ഈ രീതിയിൽ പ്ലാൻ ചെയ്തുകൊണ്ട് പഠിപ്പിനെ കുറച്ച് ഈസി ആയിട്ട് ഓർഗനൈസ് ചെയ്ത് പഠിക്കുകയാണെങ്കിലും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പിന്നെ അവസാനത്തെ റെയിൻബോലെ ശബ്ദമാണ് W മീൻസ് വർക്ക് പ്ലേസ് ഷഫിൽ എന്ന്. ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് പഠിക്കുമ്പോൾ ബോറടിക്കുകയാണെങ്കിൽ റൂമിലിരുന്ന് പഠിക്കുമ്പോൾ ആ കസേരയുടെയും മേശയുടെ അടുത്ത് നിന്ന് പഠിച്ചു, 1 മണിക്കൂർ കഴിഞ്ഞു, 2 ഇൻ്റർവെൽ കഴിഞ്ഞു, ബോറടിക്കുന്നു, അവിടെ നിന്ന് പഠിക്കാനാവില്ല എങ്കിൽ സ്ഥലം ചേഞ്ച് ചെയ്യുക. നന്നായിട്ട് കാറ്റും വെളിച്ചൊക്കെയുള്ള സ്ഥലത്തിരുന്ന് കുറച്ച് ഈസി പഠിച്ചാൽ മനസ്സിലാവുന്ന ഏതെങ്കിലും സബ്ജക്റ്റ് എടുക്കുക. ലാംഗ്വേജോ അല്ലെങ്കിൽ ഇതായിട്ടുള്ള സ്റ്റോറിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ളടത്ത് നിന്ന് പഠിക്കുക. ആ സ്ഥലത്തിരുന്ന് കുറച്ച് പഠിച്ച് റിലാക്സ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ എഗെയിൻ വീണ്ടും ഈ സ്ഥലത്ത് വന്നിരുന്ന് പഠിക്കുക. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് മാറിയിരുന്ന് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുകയാണെങ്കിലും ഈസിയായ സബ്ജക്റ്റ് പഠിക്കുകയായതുകൊണ്ടും സ്ഥലം മാറിയതുകൊണ്ടും പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വന്ന് അതേ ഫ്രഷ്നെസ് അല്ലെങ്കിൽ റിലാക്സ് ചെയ്ത പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അങ്ങനെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ റിലാക്സ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പഠിക്കുകയും ചെയ്യാം, ഒപ്പത്തിനൊപ്പം നമ്മുടെ കാര്യം നടത്തുകയും ചെയ്യാം. അതുകൊണ്ട് ഉറക്കം കളയാൻ വേണ്ടിക്കൊണ്ട് റെയിൻബോ ടെക്നിക് തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കണം. അറിയാലോ, റെയിൻബോ നമ്മൾ കാണുന്നത് അധികം മഴക്കാലത്താണ്. അതുകൊണ്ട് പഠനം എന്നതായിരിക്കുന്ന ഒരു മഴ പോലെ കുളിരാക്കി മാറ്റാൻ, സന്തോഷിക്കാൻ, സപ്തവർണ്ണങ്ങളിൽ ആഘോഷിക്കാൻ വേണ്ടി ഈ കാര്യം നിങ്ങൾ കൊണ്ടുവന്നിരിക്കണം. ഇനി ഒരു ടെക്നിക്ക് കൂടി എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാനുണ്ട്. അതിൻ്റെ പേരാണ് അഫർമേഷൻ എന്ന്. ഞാൻ സന്തോഷത്തോടു കൂടി നമുക്ക് ഏത് തോട്ടാണോ ഞാൻ പഠനത്തെക്കുറിച്ച് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും പഠനം എന്നത് അത് വളരെ ഹാർഡായിട്ടുള്ളൊരു സാധനമാണ്, അതെന്നെക്കൊണ്ട് പറ്റാത്തതാണ്, കഷ്ടമാണ്, ഇത്തരം ഫീലിങ്സ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ പഠിക്കാനിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ ചെയ്യുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഉള്ളിൽ നിന്ന് പ്രോപ്പറായിരിക്കുന്ന എനർജിയുടെ വൈബ്രേഷൻ്റെ സപ്പോർട്ട് കിട്ടില്ല. അതുകൊണ്ട് നമ്മളൊരു അഫർമേഷൻ നമ്മുടെ സ്റ്റഡിയെക്കുറിച്ച് മനസ്സിലാക്കണം. ഞാൻ സന്തോഷത്തോടെ ഇഷ്ടത്തോടെ പഠിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാർക്ക് നേടിയിരിക്കുന്നു എന്ന് അഫർമേഷൻ ഇടയ്ക്കിടയ്ക്ക് പറയുക. ഞാൻ സന്തോഷത്തോടെ ഇഷ്ടത്തോടെ പഠിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാർക്ക് വാങ്ങിയിരിക്കുന്നു എന്ന്. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമാണ്, പഠിപ്പ് എനിക്കിഷ്ടമാണ്, പഠിപ്പ് വളരെ നല്ലതാണ്, പഠിപ്പ് വളരെ ഈസിയാണ്. നമ്മൾ എപ്പോൾ പഠിപ്പിനെക്കുറിച്ച് തോട്ട്സ് വരുമ്പോഴും അപ്പോഴൊക്കെ പറയുക പഠനം എളുപ്പമാണ്, പഠനം ഈസിയാണ്, പഠനം സന്തോഷദായകമാണ്, പഠനം എൻജോയിങ് ആണ്. ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ ഉപബോധ മനസ്സിനോട് പഠനം എന്ന് പറയുന്ന ഒരു കലയാണ് എന്നങ്ങ് വരുത്തി വയ്ക്കുക. പിന്നെ വേറൊരു ടെക്നിക്ക് കൂടി, മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ടത് ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ സെമസ്റ്ററിൽ നിങ്ങൾക്ക് ഒരു എയിം ഉണ്ടായിരിക്കുമല്ലോ. 6 മാസം കഴിഞ്ഞ എക്സാം ആയിരിക്കും, ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞ എക്സാം ആയിരിക്കും. അങ്ങനെ ആ എക്സാമിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി അതിൻ്റെ ഫൈനലായിരിക്കുന്ന മാർക്ക്, ഇപ്പോൾ ഞാൻ ഇന്ന് തൊട്ട് 6 മാസത്തേക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ ആ 6 മാസത്തെ സെമസ്റ്റർ കഴിയുമ്പോൾ എനിക്ക് എത്ര മാർക്ക് ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ നിശ്ചയിക്കുക. നിങ്ങൾക്ക് വേണ്ട മാർക്ക് നിങ്ങൾ
നിങ്ങൾ നിശ്ചയിക്കുക. എന്നിട്ട് നമ്മളൊരു വിഷ്വലൈസേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുക. രാവിലെ ഉണർന്ന ഉടനെ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്, കിടക്കയിൽ നിന്ന് കാല് താഴെ വയ്ക്കും മുന്നേ ഈശ്വരൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നു, എന്നിട്ട് നിങ്ങളെ ബ്ലെസ് ചെയ്തു. ഏത് സ്ഥിതിയിലാണ് നിങ്ങൾ ആ സമയത്ത് ഫീൽ ചെയ്യേണ്ടതെന്നറിയോ? ആ ഫുൾ മാർക്ക് വാങ്ങി ഹാപ്പിയസ്റ്റ് ആയിട്ട് തുള്ളിച്ചാടുന്ന നിങ്ങളെ കാണുക. അതിനുവേണ്ടി ഭഗവാൻ നിങ്ങളെ ബ്ലെസ് ചെയ്തു എന്ന് സങ്കല്പിക്കുക. ഈശ്വരൻ്റെ കൂടെ ഒരു ബബിളിൽ കയറി അങ്ങനെ ആകാശത്തേക്ക് വായുമണ്ഡലത്തിലേക്ക് ഉയരുക. അവിടെ നിന്നിട്ട് ഞാൻ ഈ മാർക്ക് നേടിയെടുത്തേ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടുന്നതായിരിക്കുന്ന ഫീൽ ക്രിയേറ്റ് ചെയ്യുക. എഗെയിൻ തിരിച്ചു വരിക. ഇങ്ങനെ രാവിലെ ഉണർന്ന സമയത്തുടനെ തന്നെ 9 തവണ റിപ്പീറ്റ് ചെയ്യുക. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ 9 തവണ റിപ്പീറ്റ് ചെയ്യുക. അത് നിങ്ങൾ നിശ്ചയിച്ച മാർക്ക് ആർജിക്കാൻ വേണ്ടതായിരിക്കുന്ന ഫുൾ സപ്പോർട്ട് നമ്മുടെ മനസ്സിൻ്റെ മെമ്മറിയുടെ സപ്പോർട്ടായിട്ടും ബാക്കിയുള്ളതിനെ വാഷ് ഔട്ട് ചെയ്യാനും എന്ന് കരുതി ഈ തോട്ട് ക്രിയേറ്റ് ചെയ്ത് മാർക്ക് വാങ്ങുന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. നമ്മൾ ചെയ്യാനുള്ള ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയും കുറേ കാര്യങ്ങളുണ്ട്, പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കട്ടെ. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. നിങ്ങളുടെ ഓർമ്മശക്തിയെ വർദ്ധിപ്പിക്കണം. പഠനം ഒരു കലയാക്കി മാറ്റണം. പഠിക്കുന്ന സമയത്തുള്ള ഉറക്കത്തിന് പറപ്പിച്ച് കളഞ്ഞേക്കണം. ഭയത്തെ ഉള്ളില്ലാതാക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാർക്ക് വാങ്ങിക്കൊണ്ട് നമ്മുടെ വിദ്യാർത്ഥി ജീവിതത്തിന് അഥവാ നമ്മുടെ ജോലിക്ക് വേണ്ടി നല്ല ഇഷ്ടമുള്ള ജോലി നേടിക്കൊണ്ട് ഈ പഠന സമയത്തിന് ആനന്ദദായകമാക്കി മാറ്റണം. അതിനുള്ളൊരു കൊച്ചു മെഡിറ്റേഷൻ നമുക്കിപ്പോൾ പ്രാക്ടീസ് ചെയ്യാം. ഓം ശാന്തി. ഇത് സ്പെഷ്യൽ സ്റ്റുഡൻസിന് വേണ്ടിയാണ്. അത് PSC സ്റ്റുഡൻസ് ആണെങ്കിലും ജോലി നേടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും അതല്ല സ്കൂൾ സ്റ്റുഡൻസ് ആണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ് ഈ അഫർമേഷൻ. ഓം ശാന്തി. ഓം ശാന്തി. ഇന്ന് നമ്മുടെ മെഡിറ്റേഷൻ സെഷൻ ആരംഭിക്കുകയാണ്. നല്ല വിദ്യാർത്ഥികളാവാൻ നമ്മൾ പഠിച്ചതെല്ലാം ഒരിക്കലും മറക്കാതെ പഠിച്ചു കഴിഞ്ഞത് അങ്ങനെ ഓർത്തുപോയി എഴുതാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മാർക്ക്, ആഗ്രഹിക്കുന്നൊരു ശതമാനം, ആഗ്രഹിക്കുന്നൊരു പൊസിഷൻ, ആഗ്രഹിക്കുന്ന ജോലി, ഇതെല്ലാം നേടാൻ തീർച്ചയായും നമുക്ക് സാധിക്കും. എന്നാൽ നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനുള്ളതായിരിക്കുന്ന ഒരു പുതിയ വിദ്യ അത് നമ്മൾ നാളെ തീർച്ചയായും പഠിക്കും. ഒപ്പം ഇന്ന് നിങ്ങൾക്ക് നല്ല മാർക്ക് നേടാനുള്ളതായിരിക്കുന്ന ഒരു വിദ്യ കൂടെ ഞാൻ പറഞ്ഞു തരണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ബുദ്ധിമാനാണ് എന്ന് നിങ്ങൾ തീർച്ചയായും ഉറച്ച് നിശ്ചയിച്ചിരിക്കണം. കാരണം ഉപബോധ മനസ്സിനറിയുന്നത് നിങ്ങൾ ഞാൻ ബുദ്ധിമാനാണെന്ന് പറഞ്ഞാൽ അതും പറയും ശരിയാണ്, ഞാൻ ബുദ്ധിമാനാണ്. നിങ്ങൾ പറയുകയാണ് അയ്യോ എനിക്കൊന്നും പഠിച്ചാൽ ഓർക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡ് പറയും ശരിയാണ്, നിനക്കൊന്നും ഓർക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഒരിക്കലും തെറ്റായ ഒരു ഗൈഡൻസ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് കൊടുക്കരുത്. അതിനെപ്പോഴും പോസിറ്റീവ് ആയിക്കൊണ്ട് മാത്രമേ കൊടുക്കാവൂ. അതിനോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം ഞാൻ നല്ല ബുദ്ധിമാനാണ്. ഈശ്വരൻ്റെ അടുത്ത് ആ എല്ലാ ദിവ്യ ബുദ്ധികളുടെയും കലവറയുണ്ട്. നമുക്കിന്ന് ആ കലവറയെ സ്വന്തമാക്കാം. നമ്മുടെ ഓർമ്മശക്തിയെ ഡെവലപ്പ് ചെയ്യാം. നമ്മുടെ മെഡിറ്റേഷൻ മുറിയിലാണ് നിങ്ങളെല്ലാവരും ഇരിക്കുന്നത് എന്ന പൂർണ്ണ വിശ്വാസത്തോടെ അഥവാ അല്ലെങ്കിൽ അവിടേക്ക് വരണം എന്ന ഒരു റിക്വസ്റ്റോടെ ഞാൻ ആരംഭിക്കുകയാണ്. ഈ മുറിയിൽ എൻ്റെ മെഡിറ്റേഷൻ്റെ പോസിൽ ഒന്നുകിൽ തറയിൽ അല്ലെങ്കിൽ കസേരയിൽ നട്ടിൽ നിവർന്നുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയെ പൂർണ്ണമായും നിങ്ങളിലേക്ക് തന്നെ ആകർഷിച്ചുകൊണ്ടിരുന്നാലും പതിയെ പതിയെ ശ്രദ്ധയെ ഈ മുറിയിലുള്ള ഓരോരോ സാധനങ്ങളിലേക്ക് കൊണ്ടുവന്നാലും നമ്മുടെ ഡൈനിങ് ടേബിൾ ഉണ്ടെങ്കിൽ അത്, അഥവാ പഠനമേശയുണ്ടെങ്കിൽ അത്, അതൊന്നുമില്ല എങ്കിൽ എന്ത് ഫർണിച്ചറാണോ ഈ മുറിയിലുള്ളത് അതിലേക്കെല്ലാം ഒന്ന് കൊണ്ടുവന്ന ശ്രദ്ധയെ പതുക്കെ എല്ലാ ലോകത്തു നിന്നും ഇപ്പോൾ പൂർണ്ണമായും വിഡ്രോ ചെയ്തു. ഈ മുറിയിലെ നമ്മുടെ തൊട്ടടുത്ത് നമ്മെ വലയം ചെയ്തു നിൽക്കുന്നതായിരിക്കുന്ന ആ വായുവിൻ്റെ കണങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവന്നേ. നമ്മൾ കാണുന്നില്ലെങ്കിൽ പോലും നമ്മൾ തലോടിക്കൊണ്ട് ഇവിടെ മുഴുവൻ ഇങ്ങനെ ഒഴുകി നടക്കുന്ന ആ വായുവിലെ കണങ്ങൾ പതുക്കെ ആ കണങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ശ്വാസോച്ഛ്വാസത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവന്നാലും വായു ഒരു പ്രവാഹമായി മൂക്കിലൂടെ ശ്വസനനാളിയിലൂടെ ശ്വാസകോശത്തിൽ നിറഞ്ഞ് ഓക്സിജനെല്ലാം ദാനം കൊടുത്ത് അതിലെ വ്യർത്ഥമായ എല്ലാത്തിനെയും പുറത്തേക്ക് നാസാദ്വാരത്തിലൂടെ തന്നെ
പുറത്തേക്ക് പ്രവഹിപ്പിക്കുകയാണ്. ശ്രദ്ധയെ ശ്വാസഗതിയിലേക്ക് കൊണ്ടുവന്നാലും ശ്വാസഗതി പതിയെ പതിയെ സ്ലോ ആയി മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധയെ ഭ്രൂമധ്യത്തിലേക്ക് കൊണ്ടുവന്നാലും രണ്ട് കൈകളും ധ്യാനാവസ്ഥയിൽ നിന്നെടുത്ത് ചേർത്ത് വച്ചാലും, കൈകൂപ്പി നിൽക്കുന്ന അവസ്ഥയിൽ രണ്ടു കൈകളെയും ചേർത്ത് വച്ചാലും, ഞാൻ ബുദ്ധിശാലിയായ ആത്മാവാണ്. ബുദ്ധിവാന്മാരുടെ ബുദ്ധിയായ ഭഗവാന്റെ വിശേഷമായ രചനയാണ്. ഞാൻ എൻ്റെ സങ്കല്പത്തിൻ്റെ ഭാഷയിലൂടെ ആ പരമചൈതന്യമായ ഭഗവാനെ എൻ്റെ സമീപത്തിലേക്ക് ആഹ്വാനം ചെയ്യുന്നു. ജ്ഞാനസൂര്യൻ അലൗകിക പ്രഭയോടെ എൻ്റെ തലയ്ക്കു മുകളിൽ പ്രത്യക്ഷനായിരിക്കുന്നു. രണ്ട് കൈകളും വിടർത്തി ആ ജ്ഞാനസൂര്യൻ്റെ കിരണങ്ങളെ കൈകളിലേക്ക് നിറച്ചു സ്വീകരിച്ചാലും, കൈയിൻ്റെ ഉള്ളം കൈയിൽ തീവ്രമായ പ്രകാശകിരണങ്ങൾ പതിച്ചുകൊണ്ടിരിക്കുന്ന അനുഭൂതി ചെയ്താലും, ബുദ്ധിവാന്മാരുടെ ബുദ്ധിയായ ഭഗവാൻ ദിവ്യബുദ്ധിയെ എനിക്ക് വരദാനമായി തരികയാണ്. രണ്ട് കൈകളും ഉയർത്തി തലയുടെ ഇരുവശങ്ങളിലുമായി ചേർത്ത് വച്ചാലും, ആ ഈശ്വര ചൈതന്യം ജ്ഞാനസൂര്യൻ്റെ വിവേകവും ശക്തിയും നമ്മുടെ തലയിലേക്ക് പ്രവഹിക്കുന്നതായി അനുഭവം ചെയ്താലും, ബുദ്ധിവാന്മാരുടെ ബുദ്ധിയായ ഭഗവാൻ വിശേഷമായ ദിവ്യബുദ്ധിയെ വരദാനം നൽകി എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഞാൻ സന്തോഷത്തോടെ, സഹർഷത്തോടെ, ഇഷ്ടത്തോടെ പഠിച്ച് വളരെ എളുപ്പത്തിൽ ആനന്ദത്തോടെ പരീക്ഷ എഴുതി എനിക്കിഷ്ടമുള്ള മാർക്ക് നേടിയിരിക്കുന്നു. ഞാൻ സന്തോഷത്തോടെ സഹജമായി പഠിച്ച് ആനന്ദത്തോടെ പരീക്ഷ എഴുതി എനിക്കിഷ്ടമുള്ള മാർക്ക് സ്വന്തമാക്കിയിരിക്കുന്നു. താങ്ക്സ് ഗോഡ്, താങ്ക്സ് യൂണിവേഴ്സ്. ഈ പ്രപഞ്ചം എന്നും എന്നെ സഹായിക്കാൻ വേണ്ടിയുള്ളതാണ്. ഈശ്വരശക്തി എന്നും എനിക്ക് വരദാനം നൽകാനുള്ളതാണ്. ഈശ്വരൻ്റെ വരദാനവും പ്രപഞ്ചത്തിൻ്റെ സഹയോഗവും ഞാൻ സ്വീകരിക്കുകയാണ്. ഞാൻ ഇഷ്ടമുള്ള മാർക്ക് നേടി, ആഗ്രഹിച്ച ജോലി നേടിയ, ആഗ്രഹിച്ച റിസൾട്ട് നേടിയ വിജയിയാണ്. ഞാൻ എന്നും വിജയിയാണ്. എൻ്റെ ഓരോ കാൽവെപ്പിലും വിജയിയായിരിക്കുകയും ചെയ്യും. ഓം ശാന്തി ശാന്തി ശാന്തി. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അഫർമേഷൻ ഒരു ദിവസം 21 തവണയെങ്കിലും ആവർത്തിക്കണം. മാത്രമല്ല, മെഡിറ്റേഷൻ ഈ രീതിയിലുള്ളതായിട്ടുള്ള തോട്ട്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാൻ വേണം. ഓക്കെ, നിങ്ങൾക്കെല്ലാം നിങ്ങൾ ആഗ്രഹിച്ച സ്വപ്നം നേടാൻ സാധിക്കും എന്നെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഈശ്വരൻ്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ. ഓം ശാന്തി. താങ്ക് യു.